കീസോളിന്റെ പ്രോഗ്രാമിനല്ല എല്ലാവരും കയറിക്കണേന്ന് തോന്നുന്നു. വീഡിയോ ഒന്നും ഓണായിട്ട് കാണാനില്ലല്ലോ. ഇച്ചിരി പച്ച നിറത്തിലും നീല നിറത്തിലും ഒക്കെ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ തിരക്കിലായിരുന്നു. ഓക്കെ, ആളുകൾ ജോയിൻ ചെയ്ത് വരണേ ഉള്ളൂ. നമ്മൾ സാധാരണ 7:15 സ്റ്റാർട്ട് ചെയ്യുന്ന സെഷൻ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, 7:15 എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. ഇവർക്ക് തെറ്റുപറ്റിയതാവും പോസ്റ്ററിൽ 7 മണിന്ന് ഇട്ടത്. അതുകൊണ്ട് 7:15 വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ പേര് നേഹ, കീസോൾ ട്രാൻസ്ഫോമർ ആണ്. നിങ്ങൾ പോസ്റ്ററിൽ എത്ര പേര് വായിച്ചു എന്നറിയില്ല. പോസ്റ്റർ കിട്ടുമ്പോൾ വായിക്കാറുണ്ടോ? ഫോട്ടോ കണ്ടു കഴിഞ്ഞിട്ട് കുറെ പേർക്ക് ഫോട്ടോ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല ഏതൊരു ചെക്കനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വരണേന്നൊക്കെ വിചാരിച്ചോന്ന് അറിയില്ല. അപ്പോൾ അത് ഞാൻ തന്നെയാണ് അത്. അപ്പോൾ ഇന്ന് കോസ്മെറ്റിക്സിനെ കുറിച്ചുള്ള സെഷനാണ്. കോസ്മെറ്റിക്സ്, നമ്മുടെ കീസോളിന്റെ കോസ്മെറ്റിക്സ് നമുക്ക് വേറൊരാളുടെ മുഖത്ത് എങ്ങനെ ഇട്ട് കൊടുക്കാം? നമ്മൾ സാധാരണ നമ്മുടെ മുഖത്താണ് ഇടാറ് അല്ലെ, നമ്മുടെ മുഖത്താണ് അപ്ലൈ ചെയ്യാറ്. മറ്റൊരാൾക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കീസോളിന്റെ കോസ്മെറ്റിക്സ് ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് സെഷൻ നോക്കുന്നത്. ചേടാ, ഇവൾ ഒറ്റയ്ക്ക് വന്നിരുന്നിട്ട് എങ്ങനെ വേറൊരാളുടെ മുഖത്തോട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. അതിന് പറ്റിയ ഒരാള് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ അനീതിയാണ്. അപ്പോൾ എല്ലാ മേക്കപ്പിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു മുഖമായിട്ടാണ് അവൾ എത്തിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ മുഖത്താണ്. മേഘ എന്നാണ് പേര്, ഒമാനിലാണ് താമസം. 2 മക്കളൊക്കെ ആയിട്ട് അസലായിട്ട് ഗൃഹഭരണമായിട്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നു. അവള് മുടിയൊന്നും വെട്ടിയിട്ടില്ല, അവൾക്ക് മുടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ മുഖം കണ്ടിട്ടാണ് നിങ്ങൾക്ക് ചിരിക്കാനായിട്ട് ബുദ്ധിമുട്ട് എങ്കിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ചിരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ആക്കിയോളൂ. വീഡിയോ ഓൺ ആക്കിയ ആളുകൾ ഇങ്ങനെ വെക്കണതിന് പകരം ഹൊറിസോണ്ടലായിട്ട് വെച്ചോളൂ. മുഖം നല്ല ഭംഗിയായിട്ട് കണ്ടോട്ടെ. ശിഖ മാഡം കയറിയപ്പോൾ തൊട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പൊ എന്റെ മുഖം കണ്ട് ചിരിക്കണില്ലാന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ, പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞോളൂ. നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തുടക്കം കാണാതെ അവള് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് ഫൗണ്ടേഷൻ തൊട്ട, അപ്പൊ നമുക്ക് മുഖത്ത് ഫൗണ്ടേഷൻ തൊട്ടിടണ്ടേന്ന് വിചാരിക്കരുത്. നമുക്ക് സമയം അധികം കളയാനില്ല. പ്രോഡക്ട്സ് ഒരുപാടുണ്ട്, പറയാൻ ഒരുപാടുണ്ട്. സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് നോട്ട്ബുക്കും പാനും അടുത്ത് വെച്ചിട്ട് സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. ഒപ്പം ചെയ്യുന്നവരാണെങ്കിൽ ഒപ്പം ചെയ്യാം, അല്ല എങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, ഏതൊക്കെ പ്രോഡക്റ്റ് എന്തിനൊക്കെ യൂസ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് എഴുതാം. 4 വർഷത്തിലധികമായിട്ട് കീസോൾ ട്രെയിനർ എന്നല്ല, നമ്മൾ ട്രാൻസ്ഫോമർ എന്നാ പേര് പറയുന്നത്. കാരണം ട്രാൻസ്ഫോർമേഷൻ ആണ് ആളുകളിൽ നടത്തുന്നത്. RCMൽ വന്നതിന് ശേഷം ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നാൽ ക്ലാസ് നടക്കില്ല കേട്ടോ. അതും പോരാത്തതിന് കോസ്മെറ്റിക്സ് സുന്ദരികളാവണം ഒരു പ്രോഡക്റ്റ് അല്ല, ഒരു സെഗ്മെന്റുമായിട്ടാണ് നമ്മൾ വന്നേക്കണത്. അപ്പൊ ഇങ്ങനെ മുഖം വീർപ്പിച്ചും കൂടി ഈ അവണക്കെണ്ണ തവിടെണ്ണ കുടിക്കണതിന് പകരം അവണക്കെണ്ണ കുടിച്ച ഫേസുമായിട്ട് ഇരുന്നാൽ ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിരി നന്നായിട്ടായിക്കോട്ടെ. ആ ബ്ലഷ് ഒക്കെ ഇട്ടതിന് ശേഷം ശാന്തകുമാരി മാഡം, ചിരി നന്നായിട്ട് ഉണ്ടാകുമ്പോഴല്ലേ ഭംഗി നന്നായിട്ട് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചിരിച്ചിരിക്കാൻ മറക്കണ്ട. വീഡിയോസ് ഓണല്ല, വീഡിയോസ് ഓൺ ആക്കിക്കോളൂ. ഇവിടെ ഞാൻ ഇട്ട് കാണിച്ചു തരുന്നുണ്ടെങ്കിലും വീഡിയോസ് ഓൺ ആക്കാൻ മറക്കണ്ട എന്നർത്ഥം. അപ്പൊ കൃത്യമായിട്ട് എഴുതിയെടുക്കാനായിട്ട് മറക്കരുത്. കീസോൾ എന്ന കാറ്റഗറിയിൽ നമുക്ക് 4 സെഗ്മെന്റ്സ് ആണുള്ളത്. ഹൈജീൻ, ലോഞ്ചറി, അതായത് സ്ത്രീകളുടെ ഇന്നർ വെയർസ്, സ്കിൻ കെയറും കോസ്മെറ്റിക്സും. ഇന്ന് നമ്മൾ സ്കിൻ കെയറും പറയുന്നുണ്ട്, കോസ്മെറ്റിക്സും പറയുന്നുണ്ട്. പ്രോഡക്ട്സിന്റെ ഇൻഗ്രീഡിയൻസ് സംസാരിക്കില്ല, പക്ഷെ ഏതൊക്കെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു, നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം, അതിന്റെ മുകളിൽ എങ്ങനെ മേക്കപ്പ് ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. വീണ്ടും പറയുകയാണ്, പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. കുറേ പേര് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുവച്ചിട്ടില്ലേ? എന്നും ഉപയോഗിക്കാറുണ്ടോ? ഈ വാസ്തു ഒക്കെ പറയുന്ന പോലെ മുരിങ്ങ ക്രീം വീടിന്റെ തെക്ക് വശത്ത് വെച്ചാൽ മുഖം നന്നായി തിളങ്ങും എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ബുക്കിലും എഴുതിയിട്ടില്ല. തെക്കും കിഴക്കും പടിഞ്ഞാറൊന്നും കൊണ്ട് വെച്ചോണ്ട് മുഖത്തൊരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല. ഉപയോഗിക്കണം. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ട് ഉപയോഗിക്കാൻ മറക്കരുത്. അപ്പൊ 2 സെഗ്മെന്റ്സ് നമ്മൾ ഇന്ന് കവർ ചെയ്യും, സ്കിൻ കെയറും അതേപോലെ തന്നെ കോസ്മെറ്റിക്സും. ഓക്കെ, ഇത് എഴുതിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അടുത്ത ദിവസം തൊട്ട് RCMന്റെ പ്രോഗ്രാമിന് വരുമ്പോഴെങ്കിലും കൃത്യമായി ഈ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് RCMന്റെ ലുക്ക് തന്നെ നമ്മൾ മാറ്റണം. ലേഡീസിനെ കാണുമ്പോൾ ഈശ്വര, ഇവരൊക്കെ 60ഉം 50ഉം കഴിഞ്ഞവരാണോ എന്ന് ഞെട്ടിപ്പിച്ചുകൊണ്ട്, റോജ മാം അല്ലാണ്ട് തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക ദിവസവും, ഞെട്ടിപ്പിച്ചുകൊണ്ട് വേണം വരാനായിട്ട്. ഇനി വീട്ടിൽ നിന്ന് ഇത് ഇട്ടിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഇട്ടാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ മാത്രം വീട്ടിൽ നിന്ന് ഇടുകയും ബാക്കി ബാഗിൽ വെച്ച് ഹോളിൽ വന്നതിന് ശേഷം അപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പക്ഷെ ഇട്ടിട്ട് വേണം വരാനായിട്ട്. ഷൈനി മാം, നമുക്കൊരു പുതിയൊരു രീതി വെക്കണം. എന്ത്, കൂപ്പണൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ 1, 2, 3, 4 സ്റ്റെപ്പുകളൊക്കെ അനുസരിച്ച് മേക്കപ്പ് ചെയ്തവരെ മാത്രം നമ്മൾ ഹോളിലേക്ക് കടത്തി വിടുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക്.
ഓക്കെ ഓക്കെ. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരെ വിളിച്ചോളൂ, ജോയിൻ ചെയ്യിച്ചോളൂ. ഞാനല്ല ഇന്ന് താരം, ഇന്ന് വേറൊരാളുടെ മുഖത്താണ് ഇട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ജസ്റ്റ് മേഘയൊന്ന് വിളിക്കുകയാണ്. മേഘ ഇവിടെ എത്തിക്കൊണ്ട് നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. സ്റ്റേറ്റസിലൊക്കെ കണ്ടവരുണ്ടോന്ന് അറിയില്ല. ഇതാണ് എൻ്റെ അനിയത്തി. ഒമാനിലാണ് താമസിക്കുന്നത്. ഇപ്പൊ മക്കളുടെ വെക്കേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. ആഹാ, കൊള്ളാലോ. മെസ്സേജസ് ഒക്കെ വന്നോട്ടെ, അതിന്റെ ഇടയിൽ നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, മുഖം കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഹായ് പറഞ്ഞു. JRCM ഹായ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് കിട്ടുന്നത് ഇവിടുന്നാ. ആക്ച്വലി അതൊക്കെ പാലിക്കുന്ന ഒരാളാ. ആരൊക്കെ വണ്ണം വെച്ചുന്നോ, വണ്ണം കുറഞ്ഞുന്നോ, നിറം വെച്ചുന്നോ, നിറം കുറഞ്ഞുന്നോ ഒന്നും പറഞ്ഞാൽ ഇവിടെ ഏശില്ല. അവളെപ്പോഴും പറയും, കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ ഞാൻ സുന്ദരിയാ, ബാക്കിയുള്ളവർക്ക് തോന്നാത്തത് എന്റെ കുഴപ്പമില്ല. അപ്പൊ ഈ ഡയലോഗ് വന്നത് ഇവിടുന്നാണ്. ഇനിയിപ്പോ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, യെസ്, കൃത്യമായിട്ട് നോക്കിക്കോളൂ, നോട്ട് ചെയ്തോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ലാസ്റ്റ് അതിനെ കുറിച്ച് സംസാരിക്കാം. നന്നായി കാണാൻ പറ്റുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കണം. ഷൈനി മാം കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ട്. എന്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കണം എന്നില്ല, ഇവിടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചാൽ മതി. പറയുന്നത് കേട്ടാൽ മാത്രം മതി. ഓക്കെ. അതെ മേഡം, അനിയത്തിയുടെ കഴുത്തിന് താഴത്തേക്കിങ്ങനെ താടിയില്ലേ, താടിയുടെ അവിടെ നിന്ന് മുകളിലേക്ക് കാണുന്നുള്ളൂ. അത് മതി, ആ ഭാഗേ കാണുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്റെ തല കട്ടായി പോകും. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, കുറച്ച് ബാക്കിലേക്ക് ഇട്ടോ, നമുക്ക് കുറച്ചുകൂടി. ഇപ്പൊ കാണാലോ അല്ലെ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പറഞ്ഞു. നമ്മുടെ പുതിയ മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ്. മുഖം കഴുകിയതാണെങ്കിലും എല്ലാവർക്കും നമ്മൾ പുതിയ ഒരാൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ മുഖത്ത് എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ട്, മുഖത്ത് എന്തെങ്കിലും ഓയിൽ ആയിട്ടുണ്ട്, എന്തെങ്കിലും അഴുക്ക് അല്ലെങ്കിൽ പോവാത്തത് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട്, അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മേക്കപ്പ് റിമൂവർ വൈപ്സ് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. എവിടെയെങ്കിലും ചെന്ന് മേക്കപ്പ് ചെയ്യാൻ നേരത്തായിരിക്കും ഇത് തുറന്നു കഴിഞ്ഞിട്ട് തുറക്കാൻ കിട്ടാണ്ടിരിക്കുക. പാനിക് ആവണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നന്നായി എല്ലാ ഭാഗവും തുടച്ചെടുക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും മായാതെ കിടക്കെടുക്കുന്നുണ്ടെങ്കിൽ ഒക്കെ പോവാൻ വേണ്ടിയിട്ട്. മൂക്കുത്തി ഉണ്ടായിരുന്നു വണ്ടിയിൽ. സ്മെൽ എങ്ങനെയുണ്ട്? ഫ്രേഗ്രൻസ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് കീസോളില് ഇന്ന് മാർക്കറ്റിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ഒരു മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ് നമ്മുടെ. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് മെസ്സേജുകൾ വരുന്നത് കാണാനായിട്ടോ വായിക്കാനായിട്ടോ പറ്റില്ല കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് അത്രയും ദൂരേക്ക് കാര്യം ന്യൂട്രിഷാർജ് വ്യൂ കഴിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ. ഓക്കെ, മേക്കപ്പ് റിമൂവർ വൈപ്സിലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് മുഖത്ത് എന്തെങ്കിലും ഓയിൽ ഉണ്ട് വല്ലാതെ, അല്ലെങ്കിൽ മുഖത്ത് കുരുക്കൾ നന്നായിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറയാനായിട്ടും അതേപോലെ തന്നെ ഓയിൽ ബാലൻസ് ചെയ്യാനും സഹായിക്കും. നന്നായിട്ട് മുഖം തുടച്ചതിന് ശേഷം മുഖത്തൊന്നും ബാക്കിയില്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? പച്ച കളർ വരുന്നുണ്ടോ? ഇപ്പോഴും വരുന്നുണ്ടോ പച്ച കളറ്? ഇവിടുന്ന് കാണുമ്പോ ഓക്കെ ആണല്ലോ. ഷൈനി മാം, പച്ച കളർ ഇപ്പോഴും വരുന്നുണ്ടോ? ചെറുതായിട്ടുണ്ട്, ചെറുതായിട്ട്.
എന്തോ ക്യാമറയുടെയാന്ന് തോന്നുന്നു പച്ച കളർ വരണേട്ടാ. അപ്പൊ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. അവളുടെ മുഖം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? എനിക്ക് തോന്നുന്നത് ഫോണിന്റെ തോന്നുന്നു. അല്ല, ക്യാമറയുടെ പ്രത്യേകത അത്. ഓക്കെ. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് നമ്മള് ഗ്ലോ അപ്പ് റോസ് ഡിലൈറ്റ് എടുക്കുന്നു. സ്കിൻ കെയറിൽ വരുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ടോണർ ആണ് യൂസ് ചെയ്യണം. മേക്കപ്പിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്ലോ അപ്പ് റോസ് ഡിലൈറ്റ് ആണ്. പുതിയ പാക്കേജിംഗിൽ വന്നിരിക്കുന്നതാണ്. നമ്മൾ പ്രോഡക്റ്റ് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ഏതാ യൂസ് ചെയ്യണമെന്ന് മാത്രമാണ് പറയുന്നത്. ഗ്ലോ അപ്പ് റോസ് ഡിലൈറ്റ് എടുക്കുക. എനിക്ക് അവളോട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യവും ഇല്ല, ദേഷ്യവും ഇല്ല. എന്റെ സ്വന്തം അനിയത്തിയാണ്, അതുകൊണ്ട് കണ്ണടയ്ക്കാനായിട്ട് പ്രത്യേകം പറഞ്ഞ അവൾക്ക് അറിയുന്നതുകൊണ്ട് ആദ്യമേ കണ്ണടച്ചിരിക്കുകയാണ്. കണ്ണടച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മാറ്റി പിടിച്ച് കഴിഞ്ഞിട്ട് ടോണർ നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തു. അത് ഇരുന്ന് കഴിഞ്ഞിട്ട് അബ്സോർബ് ആയിക്കോട്ടെ. അത് ഇരുന്ന് അബ്സോർബ്ഡ് ആണോ, എന്നാലാണ് സ്കിന്നിന് വേണ്ട ഈർപ്പം കിട്ടുള്ളൂ. ആ ഈർപ്പം നിലനിൽക്കാനും ഇനി നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്ന പ്രോഡക്ട്സ് നന്നായി സ്കിന്നിന്റെ ഉള്ളിലേക്ക് കടക്കാനും അത് അലൗ ചെയ്യും, സമ്മതിക്കും. അപ്പൊ അങ്ങനെ ജസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എക്സസ് ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്തുള്ളതൊക്കെ ഡ്രൈ ആയി. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റി തന്നെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാ. ഇത്തിരി ബ്രൈറ്റ് ആണ്. ഇതില് അഡ്ജസ്റ്റ് ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കേണ്ടി വരും. ക്യാമറ വാങ്ങിയിട്ട് ഇപ്പൊ ഓക്കെ ആയോ? കളേഴ്സ് വരുന്നത് കാണാൻ പറ്റില്ല അല്ലെ? സ്കിൻ നന്നായിട്ട് അബ്സോർബ്ഡ് ആയി. ഗ്ലോ അപ്പ് ഉപയോഗിച്ച് നമുക്ക് ഗ്ലോ അപ്പ് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്കിൻ കെയറിൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സിറം, ഡെയിലി സിറം. ഡെയിലി സിറം നമ്മൾ രാവിലത്തെ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. രാവിലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡെയിലി സിറം ആണ്. ഗ്ലോ അപ്പ് അപ്ലൈ ചെയ്തു, നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാനായിട്ട് അവിടെ വെച്ചു. അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാൻ അബ്സോർബ് ആയിട്ടില്ലെങ്കിൽ, അതായത് സ്കിന്നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സിറം അപ്ലൈ ചെയ്യാം. സിറം നമുക്ക് ഒന്നുകിൽ ഡ്രോപ്സ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് 2-3 തുള്ളി ജസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട്, അവളുടെ മുഖം എന്നെ പോലെ തന്നെ വിജൃംഭിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 3 തുള്ളി വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് 3 തുള്ളി ജസ്റ്റ് എടുത്ത് ഞാൻ ഈ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് ജസ്റ്റ് 2-3 തുള്ളി മാത്രം അപ്ലൈ. ഒരു ദിവസം സ്കിന്നിന് വേണ്ട എല്ലാ പോഷകങ്ങളും കൊടുത്ത് സ്കിന്നിലുള്ള തിളക്കം അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ സിറം. ജസ്റ്റ് ഒന്ന് പതുക്കെ നമുക്ക് സ്കിന്നിനെ ഒന്ന് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതുക്കെ കേട്ടോ, വല്ലാണ്ടല്ല, പതുക്കെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്ന മേക്കപ്പ് നല്ല ഭംഗിയായിട്ട് സ്കിന്നില്, കഴുത്ത് മറന്നു പോകരുത്, കഴുത്തിലും കൂടിയിട്ട് അപ്ലൈ ചെയ്യും. സ്കിൻ കെയറിൽ രണ്ടാമത്തെ നമ്മുടെ കഴിഞ്ഞു. സിറം അപ്ലൈ ചെയ്തു. നല്ല മേക്കപ്പ്, നല്ല രീതിയിലുള്ള ഹെവി മേക്കപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും കുറച്ചൊന്ന് സമയം നമ്മൾ കൊടുക്കണം ആ പ്രോഡക്റ്റ് ഒന്ന് സ്കിന്നിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ. മുരിങ്ങ ക്രീം നമ്മൾ വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാണ്. മേഘയുടെ സ്കിൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഓയിലി അല്ല, എന്നാൽ വല്ലാണ്ട് ഡ്രൈയും അല്ല, കോമ്പിനേഷൻ ആണ്, പക്ഷെ കുറച്ച് ഡ്രൈയിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ സിറം അപ്ലൈ ചെയ്തു, സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ്ഡ് ആയി. മുരിങ്ങ ക്രീം കുറച്ച് അപ്ലൈ ചെയ്യും. ഒരുപാട് അപ്ലൈ ചെയ്യരുത്, വളരെ കുറച്ച് മാത്രം. നമ്മൾ സാധാരണ ക്രീം എടുത്ത് 2 കൈയിലും പരത്തി ചണ്ടി മാത്രം മുഖത്ത് തേക്കുന്ന പോലെയല്ല, മുഖത്ത് ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ.
അതേപോലെ തന്നെ കഴുത്തിലും ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാരി ഒക്കെ ഉടുപ്പിക്കാനായിട്ട് പോവുകയാണ്, അവർ ബ്ലൗസ് ഇടുന്നവരാണ്, ബാക്കും കൂടി കാണുന്നുണ്ടെങ്കിൽ ബാക്കിലും കൂടി ഇതേ പ്രോസസ്സ് ചെയ്യണം. സ്കിൻ കെയർ ബാക്കിലും നന്നായിട്ട് ചെയ്തതിന് ശേഷം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും കഴുത്തിന്റെ ബാക്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ. ഇവിടെ ഞാൻ മുന്നിൽ മാത്രമാണ് കാണിക്കുന്നത്. മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്തു, അതൊന്ന് ഇരുന്ന് അബ്സോർബ്ഡ് ആയിക്കോട്ടെ. പെട്ടെന്ന് സ്കിന്നിലേക്ക് ചേരുന്നതാണ്, പെട്ടെന്ന് സ്കിന്നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ്. അപ്പൊ നമ്മൾ മുരിങ്ങ ക്രീം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മേക്കപ്പ് റിമൂവർ വൈപ്സ് വെച്ച് മുഖം തുടച്ചു. 2 ഗ്ലോ അപ്പ് മുഖത്ത് സ്പ്രേ ചെയ്തു, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് അബ്സോർബ്ഡ് ആവാനായിട്ട്. അത് കഴിഞ്ഞ് ഡെയിലി സിറം അപ്ലൈ ചെയ്തു. ഡെയിലി സിറം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്തു. ഇപ്പൊ തൊടുമ്പോൾ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് അബ്സോർബ്ഡ് ആയിട്ട്. ഇനി സ്കിൻ കെയറിലുള്ള അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആണ് സൺസ്ക്രീൻ. പുതിയ പാക്കേജിംഗ് ആണ്. ബ്ലൂ കളറിലാണ് ആദ്യം വന്നിരുന്നത്, ഇപ്പൊ ഓറഞ്ച് കളറിലാണ് വരുന്നത്. ധ്യാനിക്കല്ലോ അല്ലെ, ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും. താടിക്കൊക്കെ കൈ കൊടുത്ത് സിനിമ കാണുന്ന ലാഘവത്തിലായിരിക്കും. അപ്പം ഇനി അടുത്തത് നോക്കട്ടെ, എന്താ മാറ്റം വരുന്നതെന്നുള്ളത് നോക്കട്ടെ. ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു. ഇവിടെ തന്നെയാണോ ഇനിയിപ്പോ കഴിഞ്ഞിട്ട് വരണമെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരും? ഇല്ല, ഞങ്ങൾക്ക് അമ്മയ്ക്ക് അച്ഛന് 2 മക്കളേ ഉള്ളൂ, 2 പെൺമക്കളാണ് ഞങ്ങൾ. ഇവിടെ മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോ വേറെ ആരും വരാനില്ല. ഇവിടെ തന്നെയാണ് ഇനിയിപ്പോ മാറിയിട്ട് വരിക. എഴുതി എടുക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇടയ്ക്കിടയ്ക്ക് നോക്കൂ, ഇതേപോലെ വീഡിയോസ് ഒക്കെ ഓൺ ആണോ, ഓഫാക്കി എവിടേക്കെങ്കിലും പോയോ, ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ പോയോ എന്നൊക്കെ. ചിരിക്കുന്നതിന് വളരെയധികം സന്തോഷം. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് അവളുടെ ക്രീം നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ്ഡ് ആയി. സൺസ്ക്രീൻ എടുക്കുകയാണ്. സൺസ്ക്രീൻ ഇതേപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖത്ത് ഫേഷ്യൽ ഹെയർ ഉണ്ടാവും. ഞാൻ ഫേഷ്യൽ ഹെയർ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. അവളുടെ മുഖത്തുള്ള ഫേഷ്യൽ ഹെയർ അങ്ങനെ തന്നെ ഉണ്ട്. മുഖത്തുള്ള രോമങ്ങൾ, പച്ച മലയാളത്തിൽ പറഞ്ഞ മുഖത്തുള്ള രോമങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് സ്വെറ്റ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. അതായത് വേർത്താലും പോകില്ല, വെള്ളമായാലും പോകില്ല. അതേപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തതാണ്. വെള്ള ഇങ്ങനെ ഡോട്ടുകൾ പോലെ ഒന്നും നിൽക്കാത്തതാണ്. എന്ത് ചെയ്യണം? ജസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡോട്ടുകളായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. കണ്ണിന്റെ ഭാഗത്ത് ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറ്റമിൻ സി ഉള്ള കാരണം തന്നെ നീറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കഴുത്തിലും അപ്ലൈ ചെയ്യണേ. ഈ കഴുത്തില് സൂര്യരശ്മികൾ അടിക്കില്ല, UV റേസ് അടിക്കില്ല എന്നൊന്നും ആരും വാക്ക് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കഴുത്തിലും അപ്ലൈ ചെയ്യും. ഇത് നമ്മൾ മസാജ് ചെയ്യരുത്, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. മുഖത്ത് ഫേഷ്യൽ ഹെയർസ് ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് താഴേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുക, അല്ലാതെ മസാജ് ചെയ്യരുത്. ക്രീം ഇടുന്നതൊന്നും കാണുന്നില്ല അല്ലെ, ഒന്നും ക്ലിയർ ആയിട്ട് വരുന്നില്ല അല്ലെ. ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കട്ടെ ഏട്ടാ പറ്റുന്നു. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? മാഡം കാണാൻ പറ്റുന്നുണ്ട്. സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്തു. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സെറമൈഡ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. സെറമൈഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് സ്കിന്നിന് ഉള്ളിലേക്ക് ടോക്സിൻസ് ഒന്നും ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ സ്കിന്നിന്റെ ബാരിയറിനെ സ്ട്രോങ് ആക്കും സെറമൈഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ ഉള്ളിലേക്ക് കെമിക്കൽസോ ടോക്സിൻസോ ഒന്നും തന്നെ കടക്കില്ല. ഇപ്പൊ നന്നായിട്ട് സ്കിന്നിന്റെ ബ്ലെൻഡ് ആയി ഒരു ഓയിലി ടെക്സ്ചർ പോലെ മുഖത്ത് വരും. അത് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇനി ഉപയോഗിക്കാനായിട്ട് പോകുന്ന ഫൗണ്ടേഷൻ കോമ്പാക്ട് ഒക്കെ കാരണം അത് സെറ്റ് ആവും. ഓക്കെ, അവളുടെ മുഖത്ത് നമ്മൾ ഗ്ലോ അപ്പ് അടിച്ചു. ഗ്ലോ അപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഡെയിലി സിറം അപ്ലൈ ചെയ്തു. ഡെയിലി സിറം അപ്ലൈ ചെയ്തതിന് ശേഷം മുരിങ്ങ ക്രീം അപ്ലൈ ചെയ്തു, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ സ്കിൻ കെയറിലുള്ള
നോർമൽ. ഇത്രയും കാര്യങ്ങൾ സ്കിൻ കെയറിന് നമ്മൾ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യേണ്ടതാണ്. ഈ സ്കിൻ കെയർ ഇത്രയും ദിവസവും നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. രാത്രി സമയത്ത് ഇതേ കാര്യം തന്നെ മുഖം കഴുകിയതിന് ശേഷം മുഖത്ത് ഗ്ലോ അപ്പ് അടിക്കുക, നൈറ്റ് സിറം അപ്ലൈ ചെയ്യുക, മുരിങ്ങാ ക്രീം അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ മുരിങ്ങാ ക്രീം അപ്ലൈ ചെയ്യുക, കിടക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി ചെയ്യുന്നത്. ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കും. അപ്പൊ സ്കിൻ കെയറിലുള്ള സ്റ്റെപ്പുകൾ ഇത്രയാണ്. ഇത് ദിവസവും ചെയ്യേണ്ടതാണ്. ബാക്കി നമ്മുടെ ഇഷ്ടമാണ്. ഫൗണ്ടേഷൻ ഇടണോ, BB ക്രീം ഇടണോ, അതോ മേക്കപ്പ് ചെയ്യണോ, മേക്കപ്പ് ചെയ്യാതെ പോകണോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക. നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ടിരിക്കണ കാരണമാണ് അവളുടെ മുഖത്തും ചിരിയില്ലാത്തത്. ചിരി വരുമ്പോഴാണ് ബ്ലഷ് ഒക്കെ ഇടുന്ന സമയത്ത് ആ കവളൊക്കെ നന്നായിട്ട് വന്ന് ഒന്നുകൂടി ഭംഗി വരിക. ചിരിക്കാനായിട്ട് മറക്കരുത്. ആ പല്ലൊക്കെ നന്നായിട്ട് കണ്ടോട്ടെ. കാവിഗോ ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം ആയിക്കോട്ടെ. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. മുഖത്ത് എന്തെങ്കിലും പാടുകൾ ഉള്ളവരാണ്, മുഖത്ത് ഡാർക്ക് സർക്കിൾസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കുരുക്കളൊക്കെയുള്ള പാടുകളുള്ള ആളുകളാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കൺസീലർ ഉണ്ട്. നമുക്ക് 2 ഷെയ്ഡിൽ, ലൈറ്റും മീഡിയം 2 ഷെയ്ഡിൽ നമുക്ക് കൺസീലർ ഉണ്ട്. ഇപ്പോൾ സ്കിൻ കെയറിന്റെ ഒപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ലിപ് ബാം. ഞാൻ മറന്നു പോവാതിരിക്കാനായിട്ട് ഓർമ്മിപ്പിക്കാനായിട്ട് SSN പറഞ്ഞ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവള് ഓർമ്മിപ്പിച്ചതാണ്. സ്കിൻ കെയറിനോട് ലിപ് ബാം അപ്ലൈ ചെയ്തില്ല. സ്കിൻ കെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. രാത്രി അതേപോലെ തന്നെ ലിപ് ബാം ഇട്ടിട്ട് എടുക്കുക. 3 ഫ്ലേവേഴ്സിലാണ് നമുക്ക് ഇപ്പോൾ ലിപ് ബാം വരുന്നത്. സ്ട്രോബെറി, വാനില, മിന്റ്. ഇത് സ്ട്രോബെറി ആണ്. പിങ്ക് ഷെയ്ഡ് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു സ്ട്രോബെറി. സ്കിൻ കെയർ സ്കിൻ കെയറിൽ ഇതും 2 കൺസീലർ ആണ് നമുക്കുള്ളത്, ലൈറ്റും മീഡിയം. ഇവിടെ മീഡിയം കൺസീലർ നമ്മൾ എടുക്കുകയാണ്. ജസ്റ്റ് എന്തെങ്കിലും മുഖത്ത് ഷെയ്ഡുകൾ ഉണ്ട്, ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, മുഖത്ത് കുരുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിപ്പോവാനായിട്ട്. അപ്പൊ ചെറുതായിട്ട് കണ്ണിന് ചുറ്റും നമുക്ക് ചെറിയ ചെറിയ രീതിയിലൊരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ണടച്ചു. ചെറിയ ഡോട്ടുകൾ അവിടെ ഇവിടെയും. കഴിഞ്ഞ ദിവസം സുജിത് സർ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞേ, ഇത് ഷൈനി മാം പെർമിഷൻ ഒന്ന്, ഞാൻ പേടിച്ചു പോയി ആരെ ബോർഡിൽ എഴുതണമെന്ന് വിചാരിച്ചതിന്റെ ഇടയിൽ. കഴിഞ്ഞ ദിവസം സുജിത് സാർ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു, കാടിവെള്ളം കുടിച്ചാലും മൂടിയിട്ടേ കുടിക്കാവൂന്ന്. നമ്മുടെ മുഖത്തുള്ള പ്രശ്നങ്ങളും നമ്മുടെ എന്താ പറയാ പാടുകളും കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വീട്ടില് ഈ ചുമരൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തുണികളൊക്കെ ഇങ്ങനെ വാരി വലിച്ച് കിടക്കുന്നുണ്ട്, ആരെങ്കിലും പെട്ടെന്ന് വരിക, മൂർത്തി സാറും അഖില മാമും കൂടി വരുന്നു എന്ന് പറയുക, ഇതൊക്കെ അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. എല്ലാതും കൂടിയിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ കട്ടിലിന്റെ മുകളിൽ ഇട്ടിട്ട് ആ റൂം കൂട്ടി വെക്കും. നല്ല ഭാഗം സോഫയൊക്കെ ഇട്ട് നല്ല ഭാഗം മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. അത് പാരയാണെങ്കിലും പുറത്ത്. അതേപോലെ തന്നെ മുഖത്തുള്ള പാടുകളും പ്രശ്നങ്ങളും ഒന്നും നമുക്ക് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ല. ആ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഫ്ലോലെസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മാത്രം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രഷ് കിറ്റ് ഉണ്ട്. ആ ബ്രഷ് കിറ്റിലുള്ള ഈ ബ്രഷ് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷൈനി മാം ഈ മെസ്സേജസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിപ്പോ വായിക്കാൻ നിന്നാലും നമുക്ക് ഈ ഫ്ലോ തെറ്റും, സമയം ഒരുപാട് എടുക്കും. അപ്പൊ നമുക്ക് സമയം അതിന് മുന്നേ തീർക്കേണ്ടതാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വായിച്ച് അല്ലെങ്കിൽ ചോദിച്ച് നമുക്ക് സംശയങ്ങൾ തീർക്കാം. ഓക്കെ, ഇപ്പൊ ഏകദേശം തീർക്കാവുന്ന പറ്റാവുന്ന കാര്യങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. നോട്ട് ചെയ്തെടുക്കുക എന്തൊക്കെയാ പറയണേന്നുള്ളത്. നമ്മൾ മീഡിയം കൺസീലർ ഇട്ടു. ഇതിന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നറിയാം, പക്ഷെ മീഡിയം കൺസീലർ നമ്മൾ മീഡിയം കൺസീലർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കവറേജ് കിട്ടിയിട്ടുണ്ട്. അതായത് ആ പാടുകൾ മറയ്ക്കാനായിട്ട്. മേഘയുടെ മുഖത്തും എന്നെ പോലെ തന്നെ
പാടുകള് അധികമില്ല കാരണവന്മാരായിട്ട്. അപ്പൊ അതുകൊണ്ട് പാടുകൾ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചെറിയ രീതിയിൽ മക്കളും കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളുള്ള കാരണം തന്നെ ഉറക്കം ശരിയാവാണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് ഫോണിന്റെ കാലാണല്ലോ. ഫോൺ നോക്കാതെ ഉറക്കം വരില്ല. അപ്പൊ അങ്ങനെ ഉറങ്ങി 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 ചെറുതായിട്ടൊക്കെ വരുന്നതാണ്. ആ ഡാർക്ക് സർക്കിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൺസീലർ കൊണ്ട് മറച്ചിട്ടുണ്ട്. ഈ മിണ്ടാതിരിക്കുന്നത് നോക്കണ്ട കേട്ടോ. അവളെ നന്നായിട്ട് അറിയുന്ന ആളുകൾ ഇതിന്റെ ഇടയിലുണ്ട്. സംസാരിച്ചു തുടങ്ങിയാൽ ഞാൻ മാറി നിൽക്കണം. അസല് തൃശ്ശൂര് ഭാഷയും വിറ്റടിയുടെ ആശാത്തിയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ മിണ്ടില്ലാന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ കൺസീലർ ഇട്ട് നമ്മൾ എന്ത് ചെയ്തു, മീഡിയം കൺസീലർ ഇട്ട് കഴിഞ്ഞിട്ട് അത് മറച്ചു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഫൗണ്ടേഷൻ ആണ്. 3 ഷെയ്ഡാണ് ഫൗണ്ടേഷൻ വരുന്നത്. ഞാനിപ്പോ ഇവിടെ പെരട്ടി കാണിച്ചു തന്നാലും ഈ ഒരു ക്യാമറ കാരണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. അവള് ഒരുവിധം ഫെയർ ആണ് കളർ വരുന്നത്. സ്റ്റിൽ ഞാൻ ലൈറ്റ് ഷെയ്ഡ് അല്ല എടുക്കുന്നത്, മീഡിയം ഷെയ്ഡ് അവിടെ ഉപയോഗിക്കാനായിട്ട് പോകും. ഓക്കെ, മീഡിയം ഷെയ്ഡാണ്. ഡവാം ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, മീഡിയം ഷെയ്ഡ് ഉണ്ട്. അബദ്ധവശാൽ മീഡിയം ഷെയ്ഡ് എടുത്തു വെക്കണതിന്റെ ഇടയിൽ കുപ്പി പൊട്ടിപ്പോയി. മൾട്ടി പർപ്പസിന്റെ സ്റ്റെപ്പിലാണ് ഞാൻ മീഡിയം ഷെയ്ഡ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ മീഡിയം ഷെയ്ഡ്, ഞാൻ മീഡിയം ഷെയ്ഡാണ് യൂസ് ചെയ്യുക. എന്നേലും കുറച്ചും കൂടി കോംപ്ലക്ഷൻ ഹൈ ആണ് അവളുടെ. അപ്പൊ അവൾക്ക് ലൈറ്റ് ഷെയ്ഡ് നന്നായിട്ട് ചേരും. സ്റ്റിൽ ഞാനിവിടെ മീഡിയം ഷെയ്ഡാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മീഡിയം ഷെയ്ഡ് നമുക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ജസ്റ്റ് എടുക്കണം. അതൊക്കെ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഇതിലൊരു ഇതേപോലെ പ്രസ് ചെയ്യുന്ന ബട്ടൺ ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഷെയ്ഡ് ജസ്റ്റ് ഇതാ എടുത്തു കഴിഞ്ഞിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, വിരലുകൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലെൻഡർ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് വിരലുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ ഓൾറെഡി കൺസീലർ ഒക്കെ ഇട്ട് ഒരുപാട് ഇടുന്നില്ല, ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ലുക്കിലേക്ക്. കഴുത്തിൽ മറക്കരുത്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണേ. പ്രതാപമൊക്കെ അല്ലെങ്കിൽ പുറത്തറിയും. മുഖം മാത്രം ഇങ്ങനെ ഈ കരകാട്ടത്തിന് പോണ പോലെയൊക്കെ മുഖം മാത്രം നിൽക്കും, കഴുത്തിലേക്ക് ആവില്ല. നിശ്ചയത്തിന്റെ ഫോട്ടോ ഓർമ്മയില്ലേ? ആ സാക്ഷിയാണ്. എന്റെ നിശ്ചയത്തിനെ ബ്യൂട്ടീഷ്യൻ വന്നു കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നു. മേക്കപ്പ് ചെയ്യാൻ വന്ന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കാണേണ്ടതായിരുന്നു. കസിൻസ് പറഞ്ഞിട്ട് പറഞ്ഞു, കുടം കൂടി എടുത്ത് തലയിൽ വെച്ച് ആ കരകാട്ടത്തിന് റെഡി ആയിരുന്നത്. അവളോട് ചോദിച്ചു നോക്കിയോളൂ. ആ ബ്യൂട്ടീഷ്യൻ വന്നപ്പോ കല്യാണത്തിന് പിന്നെ ഞാൻ മേക്കപ്പ് ഇടാൻ സമ്മതിച്ചില്ല. അപ്പൊ എന്റെ തോന്നല് എനിക്ക് മേക്കപ്പ് ചേരില്ല എന്നായിരുന്നു. അപ്പൊ മേഘ്യം പറയും എപ്പോഴും, മേക്കപ്പ് രീതി നമുക്ക് ചേരില്ല, നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല മേക്കപ്പ്. ആക്ച്വലി അതുകൊണ്ടല്ല, നമുക്ക് മേക്കപ്പ് കൃത്യമായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് അറിയാത്തോണ്ടാണ്. രാത്രി സമയത്താണ് മേക്കപ്പ് ഇടുന്നത്. ഇതിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ കറങ്ങാൻ കൊണ്ടുപോകേണ്ടി വരും. അല്ലാണ്ട് ഇങ്ങനെ ഒരുക്കിയിട്ട് ഇവിടെ വെറുതെ ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ആരെങ്കിലും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ ചേട്ടന്മാരോട് പറഞ്ഞ് റെഡി ആകണം പുറത്തു പോകാനായിട്ട്. കഴുത്തിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇതേപോലെ തന്നെ ഒന്നില്ലെങ്കിൽ കളർ കറക്റ്റർ യൂസ് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം, അല്ല എങ്കിൽ കൺസീലർ വെച്ച് കൺസീൽ ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഈ സമയത്ത് കണ്ടാൽ പേടിയാവും. പേടിക്കണ്ട, വേറെ ആരെയും കാണിക്കാൻ നിൽക്കണ്ട. ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാതിലടച്ച് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്യുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വീട്ടുകാരെ കാണിച്ചു കഴിഞ്ഞിട്ട് പേടിപ്പിക്കാൻ നിൽക്കരുത്. മേക്കപ്പ് ചെയ്തതിന് ശേഷം പുറത്തു വന്നാൽ മതി. ഒന്ന് ബ്ലെൻഡ് ചെയ്തു. ഇനി നമ്മൾ വലിയ ബ്രഷ് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാണ്. ബ്ലെൻഡർ ഉള്ളവര്, കയ്യിലുള്ളവര് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ടല്ലോ.
നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡർ കൊണ്ട് വേണമെങ്കിൽ ബ്ലെൻഡർ കൊണ്ട്, കൈ കൊണ്ട് ചെയ്യണേലും നല്ലത് ബ്രഷ് ആണ്. നമുക്ക് ബ്രഷ് കിറ്റ് ഉണ്ട്, നമ്മുടെ തന്നെ ബ്രഷ് ആണിത്. ഇതിൽ കൂടെ കാണിച്ചു തരാൻ പറ്റില്ല. കഴുത്തില് ചെറുതായിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. ആ ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കവറേജ് കിട്ടി. മുഖത്ത് ചെറിയ പാടുകൾ ഉണ്ടായിരുന്നത് പോലും കാണാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഫൗണ്ടേഷന്റെ കാര്യം പറയുമ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണെ, TCG ഒരു 3 വർഷം മുമ്പ് സിയാലിന്റെ പ്രോഗ്രാം നടന്ന സമയത്ത് ഇവിടെ വന്നപ്പോ വട്ട് സാറും അതേപോലെ തന്നെ ഞങ്ങളുടെ അച്ഛനും കൂടി ഉണ്ടായിരുന്നു. TCG പറഞ്ഞു ഒരു BB ക്രീമോ ഫൗണ്ടേഷനോ എന്തോ പ്രിയങ്ക കൊണ്ടുവരാനിരിക്കുന്നുണ്ട് കീസോളില്. 3000-5000 രൂപ വില വരുന്ന ഫൗണ്ടേഷനാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. വന്നു കഴിഞ്ഞാൽ അതൊരു കോളിളക്കം സൃഷ്ടിക്കും. പറഞ്ഞ 3 വർഷത്തിന് ശേഷം ഇന്നാണ് നമുക്ക് ഫൗണ്ടേഷൻ വന്നിരിക്കുന്നത് 3 ഷെയ്ഡില്. റേറ്റ് 549 മാത്രമാണ് MRP വരുന്നത്. ബ്യൂട്ടീഷ്യൻസിന് യൂസ് ചെയ്തവർക്ക് അറിയാം എത്രത്തോളം കവറേജും എത്രത്തോളം ആ ഒരു ഭംഗിയും പെർഫെക്ഷനും ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ടെന്ന്. ഇനി ഈ മേക്കപ്പ് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഓടി വന്നിട്ട് ഇപ്പൊ കാണിച്ചു തരാൻ തനി നിറം എന്ന് പറഞ്ഞ മുഖത്ത് വെള്ളം ഒഴിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. ചാമ്പലയിൽ തട്ടി പോകുന്ന പോലെ വെള്ളം തെറിച്ചു പോകും, മുഖത്ത് മേക്കപ്പ് പോവില്ല. കാരണം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന വാട്ടർ പ്രൂഫ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ. നല്ല ഭംഗിയിൽ എല്ലാ ഭാഗത്തും ഫൗണ്ടേഷൻ ബ്ലെൻഡ് ആയി. ഇനി ഇതിന് ശേഷം എനിക്ക് തിളക്കമാണ് വേണ്ടത്, അതായത് ആ ഒരു മേക്കപ്പിന്റെ ഡ്രൈ ലുക്ക് അല്ല, നല്ല തിളക്കമാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്ട്രോക്ക് ക്രീം വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. അതായത് സ്ട്രോക്ക് ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം. സ്ട്രോക്ക് ക്രീം വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ സ്ട്രോക്ക് ക്രീം ഇടുക. എവിടെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മുഖത്ത് മൂടാൻ ഇടണമെങ്കിൽ അങ്ങനെയാണ്. ഇന്നത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാ, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് ഫുൾ ഇങ്ങനെ ഡ്യൂയി ലുക്ക് എന്ന് പറയും. അത് ഡ്യൂയി ലുക്ക് എന്നാണ് പറയുക. നമ്മൾ എന്ത് പറയും, എണ്ണയിൽ മുക്കിയിട്ട് പൊരിക്കാൻ റെഡി ആയിട്ട് നിർത്തിയേക്കാണ്. എണ്ണമയം പോലെയുള്ള ഒരു ലുക്ക് വരും. ആ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രോക്ക് ക്രീം ആണ് യൂസ് ചെയ്യുക. സ്ട്രോക്ക് ക്രീം ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യും. ഇനി കോമ്പാക്ട് പൗഡർ ഇടണം നിർബന്ധമാണ് എന്നുള്ള ആൾക്കാർക്ക് സ്ട്രോക്ക് ക്രീം ഇട്ടതിന് ശേഷം കോമ്പാക്ട് ഇടാം. കോമ്പാക്ട് പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇടില്ല. ഇവിടെ ഞാൻ സ്ട്രോക്ക് ക്രീം ഇടുന്നതിന് മുമ്പ് സ്ട്രോക്ക് ക്രീം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് 3-in-1 ടിന്റ് ഉപയോഗിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സ്ട്രോക്ക് ക്രീം എടുത്തിട്ട് സ്ട്രോക്ക് ക്രീം കയ്യിലെടുക്കുക. ജസ്റ്റ് ഫുൾ മുഖത്ത് ആ ഒരു തിളക്കമുള്ള ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ നന്നായിട്ട് സെറ്റ് ആവണേ, എന്നിട്ട് വേണം നമ്മൾ സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ. അല്ല എങ്കിൽ അത് ഒരുമാതിരി കേക്കി ലുക്ക് കൊണ്ടുവരും. ജസ്റ്റ് പതുക്കെ ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഈ ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കപ്പോൾ എന്താവില്ല, കയ്യിലേക്കും ആവില്ല, അത് കേക്ക് ലുക്കിലേക്ക് വരില്ല. കേക്ക് മീൻസ് ഇങ്ങനെ കട്ട കട്ടയായിട്ട് അവിടെ ഇവിടെയും ഇപ്പൊ മുഖത്തിന് ഒരു തിളക്കം വന്നു. ഇത് ഈ കൂടെ കാണാനായിട്ട് പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഷൈനിമാൻ കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലെ? തിളക്കം വന്നതൊന്നും മാറ്റങ്ങൾ വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മാഡം, പറ്റുന്നുണ്ട്. അപ്പൊ മുഖത്തിന് നല്ല തിളക്കം വന്നു. ഇതിന് ശേഷം ജസ്റ്റ് നമ്മുടെ 3-in-1 ടിന്റ് എടുക്കുകയാണ് കേട്ടോ. 3-in-1 ടിന്റ്. ഇവിടം വരെ മേക്കപ്പ് മതി എന്നുള്ളവർക്ക് ഇവിടം വരെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 3-in-1 ടിന്റ് അപ്ലൈ ചെയ്ത് നമുക്ക് നിർത്താം. ഏത് സ്റ്റെപ്പ് വരെയാണോ വേണ്ടത് അതനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാം എന്നർത്ഥം. ഓക്കെ, ഇപ്പൊ ഈ ഒരു തിളക്കം മാത്രം മതി. ഈ തിളക്കമാണ് എനിക്ക് വേണ്ടത്. ഈ തിളക്കത്തോട് കൂടിയിട്ടാ പോകാൻ പോണേന്ന് വെച്ചാല് നമുക്ക് ഈ തിളക്കത്തിൽ 3-in-1 ടിന്റും കൂടിയിട്ട് യൂസ് ചെയ്തിട്ട്, 3-in-1 ടിന്റ് ആണ് നമ്മൾ ഇനി യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ടിന്റ് ആണിത്, 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടി ആകുമ്പോൾ മുഖത്തുള്ള ലുക്ക് പെട്ടെന്ന് മാറും. നമുക്ക് ബാക്കിയുള്ള മേക്കപ്പ്, ഐ ഷാഡോ അല്ലെങ്കിൽ കണ്ണിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ബാക്കി സ്റ്റെപ്പുകളിലേക്ക് ആണ്. അല്ല എങ്കിൽ നമുക്ക് കോമ്പാക്ട് പൗഡർ 3-in-1 ടിന്റ് എടുക്കുക. ജസ്റ്റ് കയ്യിലൊന്ന് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. കാരണം ഓവറായിട്ട് മുഖത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
നമ്മൾ ഓൾറെഡി ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചുണ്ടത്ത് ജസ്റ്റ് ഒന്ന് ടിൻറ്റ്. ചുണ്ട് ചെറിയ റെഡ് ഷെയ്ഡിലേക്ക് വന്നു. കാണാമല്ലേ അല്ലെ? ചെറിയൊരു ഷെയ്ഡ് നമ്മൾ കണ്ണിന്റെ മുകളിൽ കൊടുക്കുന്നു. ഡ്രസ്സും ഓൾറെഡി റെഡ് ആണ് ഷെയ്ഡ്. അപ്പോൾ കണ്ണിന്റെ മുകളിൽ ഫൗണ്ടേഷനും അതേപോലെ തന്നെ കൺസീലർ ഇട്ട് കഴിയുമ്പോൾ കണ്ണിന്റെ മുകളിൽ ഡാർക്ക് ആയിട്ടുള്ള കറുപ്പ് കളറിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഏത് ഐഷാഡോ ഇട്ടാലും കളർ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളവർക്ക് കണ്ണിന്റെ മുകളിൽ ഇതേപോലെ ഫൗണ്ടേഷൻ ഇടുക. അതേപോലെ ചുണ്ടിൽ. ഇപ്പൊ മേഘയുടെ ചുണ്ട് പിഗ്മെന്റഡ് അല്ല, അതുകൊണ്ട് ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ലിപ് ബാം ഇട്ടാലും പ്രശ്നമില്ല. അപ്പോൾ പിഗ്മെന്റഡ് ആയവർ എന്ത് ചെയ്യണം? ലിപ് ബാം ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും. ഇപ്പൊ നമ്മൾ ഇട്ട ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ആ ഫൗണ്ടേഷൻ ചുണ്ടിലും കൂടി അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ടിൻറ്റോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ലിപ്സ്റ്റിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. മേഘയുടെ മുഖവും അതേപോലെ തന്നെ ഒട്ടിയിരിക്കുന്ന മുഖമല്ല, അല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് പറ്റിക്കണ്ടേ ആൾക്കാരെ? അത്രയും നിങ്ങൾ കാണുന്ന പോലെയുള്ള വണ്ണമൊന്നുമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് എന്ത്, നമ്മൾ ഇവിടെ ജസ്റ്റ് ഇതാ ഇവിടെ നമ്മൾ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. 3-in-1 ടിന്റ് നമ്മൾ യൂസ് ചെയ്തു. ഇരുന്നിരുന്ന് ബോറടിക്കണ്ട. ഓരോരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലെ? ഈശ്വര, ആദ്യം വിചാരിച്ചത് അധികമൊന്നും ഉണ്ടാവില്ല. 3-4 എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എത്ര സ്റ്റെപ്പുകളായത്. അപ്പോൾ അത് കേട്ട് കേട്ട് റിപ്പീറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ശീലമുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഇനി വരുന്ന ഒരാഴ്ച അപ്പുറത്തുള്ള അയൽപക്കത്തുള്ള കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് മേക്കപ്പ് ചെയ്ത് തരാന്ന് പറയും. പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. മേഘയുടെ മോൾ ഇപ്പൊ തന്നെ ഓടി വന്നോളൂ, ഞാൻ മിണ്ടാണ്ടിരുന്ന് കേട്ടോളാം, വല്യമ്മയ്ക്ക് മിണ്ടാണ്ട് കേൾക്കുള്ളൂ, 6 വയസ്സാവണുള്ളൂ, അപ്പൊ മിണ്ടാണ്ടിരുന്ന് കേൾക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് പഠിക്കാനുള്ള മുഖം, നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും വരില്ല. ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രോ ആവും. ആദ്യം കാണുമ്പോൾ അവരെന്ത് പറയും? പിന്നെ നമ്മളെ കാണുമ്പോഴേക്കും ഓടും. എന്റെ മുഖം പ്രേതം പോലെ ആക്കാനല്ലേ വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പ്രോ ആയി കഴിയുമ്പോൾ ആളുകൾ നമ്മുടെ പിന്നാലെ വരും, മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ അപ്പോഴേക്കും ചിരിക്കും. ജസ്റ്റ് അവിടെ ആ ഒരു ഷേപ്പ്, ആ ഒരു കവിളിന് ആ ഒരു ഷേപ്പ് വരും നമ്മൾ ചെയ്ത് കഴിയും. ഓക്കെ, യെസ്. അപ്പൊ 3-in-1 ടിന്റ് കഴിഞ്ഞു. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡർ. ഞാൻ എല്ലാ സ്റ്റെപ്പും കാണിച്ചു തരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, എവിടെ വെച്ചാണോ നിർത്തേണ്ടത്, എങ്ങനെയാണോ മേക്കപ്പ് വേണ്ടത്, അത് സെലക്ട് ചെയ്യുക. സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം നമ്മൾ എന്താ പറയുക, സ്ട്രോക്ക് ക്രീം, ആ തിളങ്ങുന്ന ക്രീം, 3D ഷൈനിന്റെ സ്ട്രോക്ക് ക്രീം ഇടുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് നിർത്താം. നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും വേണ്ട. BB ക്രീം ഇടുന്നവരാണെങ്കിൽ ഫൗണ്ടേഷന് പകരം നമ്മൾ BB ക്രീം അപ്ലൈ ചെയ്യാം. BB ക്രീമും സ്ട്രോക്ക് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യും. ഫൗണ്ടേഷൻ ഇടേണ്ടവരാണെങ്കിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് അതിന്റെ മുകളിൽ സ്ട്രോക്ക് ക്രീം ഇടും. ഓക്കെ, കോമ്പാക്ട് പൗഡർ ഇട്ടതിന് ശേഷം സ്ട്രോക്ക് ക്രീം ഇടരുത് എന്നാവും. ഓക്കെ, ഇനി ഞാൻ കോമ്പാക്ട് പൗഡർ ഇടുകയാണ്. ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ. ഞാൻ ലൈറ്റ് ഷെയ്ഡാണ് എടുക്കണം, മീഡിയം ഷെയ്ഡാണ് ഞാൻ ഇവിടെ എടുത്തത്. മേഘയ്ക്ക് ചേരുന്നത് മീഡിയം ഷെയ്ഡ് അല്ല, ലൈറ്റ് ഷെയ്ഡാ. എന്നേലും കുറച്ചും കൂടി മുകളിലേക്ക് കോംപ്ലക്ഷൻ വരുന്ന കാരണം ലൈറ്റ് ഷെയ്ഡാണ്. ഞാനിവിടെ മീഡിയം ഷെയ്ഡ് എടുത്ത കാരണം ലൈറ്റ് ആണ് കോമ്പാക്ട് പൗഡർ എടുക്കുന്നത്. ലൈറ്റ് ഷെയ്ഡിനാണ് നമുക്ക് ലൈറ്റ് കോമ്പാക്ട് പൗഡർ വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ലുക്കിൽ എന്ത് വരും, ഇത് ബ്ലെൻഡ് ആയിക്കോളും. ആൾക്കാരെന്താ ചെയ്യുക, ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വലി, ഇങ്ങോട്ടൊരു വലി, ഇങ്ങോട്ടൊരു വലി, 3 വലിയിൽ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞു. 3 വലിയുടെ കൂടെ സ്കിന്നും പോഴ്സ് ഓപ്പൺ ആവും. അതിന്റെ കൂടെ തന്നെ ഉള്ളിലേക്ക് ഇതൊക്കെ കിടക്കും. ജാനകിയമ്മ കൂടെ ഇടുന്നുണ്ടോ? ബാക്കിയുള്ള സ്റ്റെപ്പ് ഒന്നും പറ്റില്ല മോളെ, എന്നാ കോമ്പാക്ട് പൗഡർ ഇടാന്ന് വിചാരിച്ചു കോമ്പാക്ട് പൗഡർ എടുത്തിട്ടിരിക്കുന്നുണ്ട്. അതാണ് 20 വയസ്സുകാരുടെ ഒരു എനർജി. നന്നായിട്ട് ബ്ലെൻഡ് ആയി. ആ 3-in-1 ടിന്റിന്റെ കളറ് ഇവിടെ നന്നായിട്ട് കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടും കാണുന്നുണ്ട്. ആ ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് മുഖത്തിന് വരും.
ഇനി നമുക്ക് ഫീച്ചേഴ്സ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ഫീച്ചേഴ്സ് കണ്ണിന്റെ അവിടെയാണെങ്കിലും പിരികത്തിന്റെ അവിടെയാണെങ്കിലും ഈ ഇവിടെ ഈ ചെറിയ ചെറിയ ഡാർക്ക് ഷെയ്ഡ്സ് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ചിലപ്പോൾ കാണും. ശ്രദ്ധിച്ച് കേൾക്കണേ. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ചിലവരുടെ മുഖത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഡാർക്ക് ആയിട്ട് ചിലപ്പോൾ കാണും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൺസീലർ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. ആ ലൈറ്റ് ഷെയ്ഡ് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം ആ ലൈറ്റ് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തുണ്ടാവും? ആ ഡാർക്ക് സർക്കിൾസ് നമുക്ക് തീരെ കാണാണ്ടാവും. കോമ്പാക്ട് പൗഡർ ഇടുന്നതിന് മുമ്പാണ് കേട്ടോ അത് ലൈറ്റ് ഷെയ്ഡ് നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ കൺസീലർ എന്ത് വേണം? മീഡിയവും വേണം, ലൈറ്റും വേണം നമ്മുടെ കയ്യിൽ. ഇത്രയും നേരം നമ്മൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ മിനിമം അന്ന് കല്യാണത്തിന് എത്ര രൂപ മേടിച്ചേർന്ന് അവര്? 1000 1500 ആണല്ലേ മേടിച്ചേർന്ന്? ആ കല്യാണത്തിനല്ല, ശ്രീകുല കല്യാണത്തിന്. കേട്ടോ പറഞ്ഞത്? 1000 1500 എന്ന് പറഞ്ഞപ്പോ നല്ല റേറ്റ് ആയി. കല്യാണ പെണ്ണിന്റെ കാര്യമല്ല പറഞ്ഞേ, ചെക്കന്റെ കൂടെ ചെക്കന്റെ ചേട്ടന്റെ ഭാര്യയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അത്രയും റേറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രോഡക്ട്സും വെച്ച് ഇത് മാറ്റി കഴിഞ്ഞാൽ, ഇത് മേക്കപ്പ് റിമൂവർ വൈറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് തുടച്ച് കഴിയുമ്പോൾ മേക്കപ്പ് ഇട്ട് വയ്യാത്ത മുഖമല്ല കാണുക. അതിന് പകരം ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് നമുക്ക് മുഖത്ത് എന്തോ ഫേഷ്യൽ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു റിഫ്രഷിങ് ഫീലിംഗ് ഉണ്ടാവുന്ന ആ ഒരു മുഖം പോലെയാണ്. അതാണ് നമ്മുടെ പ്രോഡക്റ്റിന് പ്രത്യേകത. അല്ല എങ്കിൽ എന്റെ മുഖം എങ്ങനെ ഇരിക്കണം? ദിവസവും മേക്കപ്പ് ഇടണം. ഇന്നും മേക്കപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിലിങ്ങനെ തിളങ്ങി കാണുന്നത് മാത്രമല്ല, സത്യത്തിൽ മേക്കപ്പ് ഉണ്ട്. അപ്പോ മേക്കപ്പ് ദിവസം ഇടുമ്പോൾ മുഖം എന്താവും? ആകെ വൃത്തികേടാവും, സ്കിൻ ആകെ മോശമാവും. അതിന് പകരം നമുക്ക് എന്താണ്, സ്കിൻ ഒന്നും കൂടി ഓരോ ദിവസവും നമ്മൾ ഭംഗിയാവുക ചെയ്യും. അപ്പൊ കൺസീലർ നമ്മൾ ഇട്ടു, 3-in-1 ടിന്റ് ഇട്ടു. ഇനി നമ്മൾ ഐ മേക്കപ്പിലേക്ക് കിടക്കുക. 3-in-1 ടിന്റ് ഓൾറെഡി നമ്മൾ കണ്ണിന്റെ മുകളിൽ ജസ്റ്റ് ഒരു ഷെയ്ഡിന് ഇട്ടിട്ടുണ്ട്. ഐ ഷാഡോ എടുക്കുകയാണ്. അവിടെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ ഷാഡോ ജസ്റ്റ് നമ്മുടെ ബ്രഷ് വെച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാണ്. ഈ ബ്രഷ് എടുത്തു കഴിഞ്ഞിട്ട് പിങ്ക് ഷെയ്ഡാണ് ഞാൻ എടുക്കണേ. ഓൾറെഡി ഒരു 3-in-1 ടിന്റിന്റെ പിങ്ക് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനു മുമ്പ് നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. പ്രൈമർ വന്നതിന് ശേഷം നമുക്ക് ആ മേക്കപ്പ് എടുക്കാം. ഇപ്പൊ നമുക്ക് പ്രൈമർ ഇല്ലാത്തതുകൊണ്ടാണ് നേരെ ഞാൻ ഫൗണ്ടേഷനിലേക്ക് കടന്നത്. ബ്യൂട്ടീഷ്യന്മാരോടാണ് പറയണേ കേട്ടോ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് ഏത് പ്രൈമർ ഏത് കുട്ടി ആരുടെ കാര്യം ഇവള് പറയണേ എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറയുകയാണ്, നമുക്ക് പ്രൈമർ വരുന്നുണ്ട് ഈ മാസം, അടുത്ത മാസമൊക്കെ ആയിട്ട് പ്രൈമർ വരും. അതില്ലാത്തതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. അപ്പൊ ഫൗണ്ടേഷൻ കഴിഞ്ഞ് നമ്മൾ ഈ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ ഇട്ടതിന് ശേഷം കണ്ണെന്താവും? കണ്ണിന്റെ മുകളിൽ ചുളിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. എത്ര 20 വയസ്സാന്ന് പറഞ്ഞാലും 30-35 കഴിയുമ്പോഴേ നമ്മൾ വിചാരിച്ചാൽ ഇങ്ങനെ പിച്ചി പിടിച്ചെടുക്കണം കണ്ണൊക്കെ. അപ്പൊ അങ്ങനെ ചുളിഞ്ഞു തുടങ്ങിയ ആളുകളുടെ എന്തുണ്ടാവും? അത് കുറച്ചും കൂടി ഒന്ന് ആ ചുളിവ് മാറിക്കിട്ടും. നമുക്ക് കുറച്ചും കൂടി പെർഫെക്ഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചെറിയ ബ്രഷ്, അതിന്റെ തന്നെ ചെറിയ ബ്രഷ് നമുക്കുണ്ട്. ആ ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇതേ ഷെയ്ഡ് പതുക്കെ കണ്ണിന്റെ താഴെ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ട് നമ്മൾ കണ്ണൊക്കെ എഴുതുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ മസ്കാരയൊക്കെ ഇടുന്ന സമയത്ത് നല്ലൊരു ലുക്ക് നമുക്ക് മൊത്തത്തിൽ കിട്ടും. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇത് ഞാനൊരു ഹെവി പ്രോഗ്രാമിനാണ്, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നത് ഹെവി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനാണെങ്കിൽ ഇതിൽ നമുക്ക് ഇതേപോലെ സിൽക്ക് ഉണ്ട്. സിൽക്ക് ആയിട്ടുള്ള മെറ്റാലിക് ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതിന്റെ തന്നെ പിങ്കിന്റെ ഒരു മെറ്റാലിക് ഷെയ്ഡാണ് എടുക്കണം. മെറ്റാലിക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഈ അറ്റത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഒരുവിധം നല്ല രീതിയിൽ തന്നെ പിങ്ക് ഷെയ്ഡ് കണ്ണിൽ വന്നിട്ടുണ്ട്. കണ്ണിൽ ഐ ഷാഡോ വരുമ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയും ഷേപ്പും ഒക്കെ കണ്ണിന് കിട്ടും. ആ ഷേപ്പ് വരുന്ന സമയത്ത് ഒന്ന് ഇടയ്ക്ക് ജയഭാരതി ശൈലിയൊക്കെ ആയിട്ട് ഒന്ന് കണ്ണടച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കാണുക ചെയ്യാം.
എന്നെ പോലത്തെ കണ്ണല്ല, മേഘയുടെ കുറച്ച് വലിയ കണ്ണാണ്, കാണും. കണ്ണട വെച്ചാലേ പ്രശ്നമുള്ളൂ. അപ്പോ കാണാത്തതുള്ളൂ. ഇപ്പൊ എന്തായാലും കണ്ണട വെക്കാത്ത കാരണം അവൾക്ക് കാണുന്നുണ്ടോ എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ, നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുള്ള കണ്ണും വിണ്ടിയൊക്കെ അവൾക്ക് ഉണ്ട്. യെസ്, അപ്പൊ ഞാൻ ഐഷാഡോ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ കണ്ണിൽ അടുത്ത മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഐലൈനർ ഇടുക. ഈ ഒരു ഇതിൽ ചെറിയൊരു ബ്ലൂ കളർ ഉണ്ട്. അടുത്ത് നിൽക്കുന്ന ഞാൻ ബ്ലൂ കളറാണല്ലോ, നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. നമുക്ക് ബ്ലൂവും ഗ്രീനും ഐലൈനർ ഉണ്ട്. ഞാൻ ഇടില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നായിരുന്നു. എന്നെ ചേച്ചി എന്നല്ല ദീദീന്നാ വിളിക്കുക. ഡി എന്നല്ല, ദീദീന്നാ വിളിക്കുക. അപ്പൊ ദീദി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞ കാരണം തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബ്ലൂ ഐലൈനർ ആണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പിങ്ക് ഷെയ്ഡിന്റെ കൂടെ ബ്ലൂവും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കണ്ണിന് കിട്ടും. അവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ബ്ലൂ കളർ കാണുന്നില്ലേ? എന്തായാലും കാണാൻ പറ്റുന്നുണ്ട്. ബ്ലൂ കളർ. അപ്പൊ എന്റെ ഡ്രസ്സിന് എന്തായാലും മാച്ചാ. കൂടെ കൊണ്ട് നടന്നാൽ മതിയല്ലോ. ഞാൻ ബ്ലൂ കളറല്ലേ ഇട്ടേക്കണേ. മേഘയുടെ ഡ്രസ്സിലും റെഡിന്റെ കൂടെ തന്നെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. അപ്പൊ പിങ്കിന്റെ കൂടെ ഏകദേശം ഒരു പിങ്കും റെഡും കൂടിയിട്ടാണ് ഐ ഷാഡോ വന്നേക്കണേ. അതിന്റെ കൂടെ നന്നായിട്ട് മിക്സ് ആവും. തുറന്നു നോക്കാം. ലുക്കായി കണ്ണ്. അടുത്തത് നമ്മുടെ മസ്കാര എടുക്കുകയാണ്. ഐലൈനറിനൊക്കെ ഉള്ള പ്രത്യേകത, ഐലൈനറിലുള്ള ഇൻഗ്രീഡിയൻസ് കാരണം കണ്ണിന്റെ ഉള്ളിൽ പോയാലും നീറില്ല എന്ന് മാത്രമല്ല, നമ്മൾ കണ്ണിൽ ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് ആണ് നമ്മുടെ ഐലൈനർ വരുന്നത്. ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കണ്ണില് നമ്മൾ 100ഓളം പലതരത്തിലുള്ള കണ്ണിൽ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയിരിക്കുന്നതാണ്. എലൻടോയിൻ, ബിസബോലോൽ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇൻഗ്രീഡിയൻസ് പറയാൻ കാരണം കണ്ണില് ഇൻഫെക്ഷൻ വരുമ്പോൾ കണ്ണ് ചീർക്കുന്ന സമയത്ത് കണ്ണിൽ ഒഴിക്കുന്ന മരുന്നിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസാ. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസിന്റെ പേര് പെട്ടെന്ന് പിടികിട്ടിണ്ടാവില്ല. ചടപടകടയെന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. ഇത് എന്തപ്പോ പറഞ്ഞതെന്നൊന്നും മനസ്സിലായില്ല. അപ്പൊ അതൊന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ധൈര്യമായിട്ട് യൂസ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്ന പ്രോഡക്ട്സ് ആണ് നമ്മുടെ മാർക്കറ്റിലും. ഈ പറയുന്ന നീല, പച്ച, മഞ്ഞ കളറിലൊക്കെ കിട്ടുന്നുണ്ട്. എത്ര ആളുകൾ ഇത് അറിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ ഇന്ന് കണ്ണുണ്ട്, നാളെ കണ്ണുണ്ടാവില്ല എന്നുള്ളത് അറിയില്ല. ഉപയോഗിക്കേണ്ട ആരും ഇരിക്കില്ല. ഇനിയത്തെ തലമുറ എന്തായാലും ഉപയോഗിക്കാണ്ടിരിക്കില്ല. എല്ലാവരും യൂസ് ചെയ്യും. യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഓർത്തോളം ഇന്ന് കയറിയിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ പ്രോഡക്ട്സ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ കുറ്റം നമ്മുടെ, പ്രശ്നം നമുക്ക്. നമ്മുടെ ചുറ്റുമുള്ളവരും ഈ പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മുടെ മക്കൾക്ക്, അവിടെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. അടുത്ത മസ്കാരയാണ്. വേറെ ഏത് പ്രോഡക്റ്റ് അറിഞ്ഞില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് പ്രത്യേകം അറിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അറിയോ എന്താണ്? മലയാളികൾക്ക് മീശയും താടിയൊക്കെ ഉള്ളതുകൊണ്ടും RCMല് ഡൈ ഇല്ലാത്തത് കൊണ്ടും നല്ല വലിയ ചെപ്പിൽ മസ്കാര വരുന്നത് കൊണ്ടും വെള്ളമായാൽ പരക്കാത്തത് കൊണ്ടും അല്ലാതെ തന്നെ പരന്നു പോവാത്തത് കൊണ്ടും പോരാത്തേന് അസലായിട്ട് ജോജോബ ഓയിലും ഷിയ ബട്ടറും വൈറ്റമിൻ B5 പോലെ ഒരു കൺപീലിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയുന്നത്. കൺപീലി ഒട്ടാതിരിക്കാൻ, ഡ്രൈ ആവാതിരിക്കാൻ, ഇത് ഡ്രൈ ആയി മാറ്റുന്ന സമയത്ത് ഇത് പറഞ്ഞു പോവാതിരിക്കാൻ കൺപീലി നന്നായിട്ട് തളച്ച് വളരാനായിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് മസ്കാരയിൽ ഉള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക. പുരുഷന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഇനി സ്ത്രീകൾക്ക് ഇത് കിട്ടുമില്ല എന്നുള്ളതാണ്. കണ്ണൊന്നും വെച്ച് ഞാൻ കണ്ണിലിട്ട് കുത്തില്ല. എന്റെ അനിത്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം തീരില്ല. കണ്ണിങ്ങനെ പഠിപ്പിച്ചോണ്ടേ ഇരിക്കുക. മാഗിക്ക് കൺപീലി ഇത്ര അധികം ഉണ്ട് എന്നുള്ളത് ഞാനും കാണുന്നത് ഇപ്പോഴാണ്. അപ്പൊ നമ്മള് ഐലൈനർ അല്ല മസ്കാര നന്നായിട്ട് അപ്ലൈ ചെയ്ത്, മസ്കാര അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൺപീലി നന്നായിട്ട് കരുത്തുറ്റതായിട്ടും ഒരുപാടുണ്ട്, വോളിയം നന്നായിട്ട് കൂടിയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും.
ആർട്ടിഫിഷ്യൽ ഐലാഷസ് വെച്ചാൽ എങ്ങനെയാണോ അതേപോലെ തന്നെ കൺപീലി ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് കൺപീലി നല്ല രീതിയിൽ താഴത്തെ എഴുതാനായിട്ട് കണ്ണ് നന്നായിട്ട് പിടപ്പിക്കുക, എഴുതാൻ പറ്റണല്ലേ. ഇനി അടുത്തത് കാജലാണേ. കാജലും നമുക്ക് 3 ഷെയ്ഡ്സിലുണ്ട്. പച്ചയുണ്ട്, നീലയുണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഞാൻ ബ്ലാക്ക് ആണ് എഴുതണം, ഓൾറെഡി നമ്മൾ നീല ഐലൈനർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് നമ്മുടെ കാജൽ എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. മേഘയുടെ വലിയ കണ്ണ, അതുകൊണ്ട് മുകളിലും താഴെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ല. ചെറിയ കണ്ണുള്ള ആളുകൾ എന്ത് ചെയ്യുക, പകുതി മാത്രം കാജൽ എഴുതുക. പകുതി മാത്രം കാജൽ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് കിട്ടും. ഓക്കെ, കുറച്ച് നല്ല രീതിയിൽ തന്നെ കട്ടിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ണുണ്ട് എന്നുള്ളത് കാണണ്ടേ, കണ്ണിന് എത്രത്തോളം ഭംഗിയുണ്ട് എന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീതിയിൽ കൺമഷി എഴുതി കൊടുക്കാം. കണ്ണിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എന്താണോ അപ്ലൈ ചെയ്യേണ്ടത് അതനുസരിച്ച് അപ്ലൈ ചെയ്യും. അപ്പൊ കണ്ണിന്റെ മേക്കപ്പും ഇവിടെ നമ്മൾ ഒരുവിധം കഴിഞ്ഞു. ഡാൻസിനൊക്കെ പോകാനായിട്ട് റെഡിയായി. കണ്ണൊക്കെ നല്ല വലിപ്പത്തിൽ, ആ വലിപ്പമുള്ള കണ്ണൊന്നും കൂടി എന്താ പറയാ, അതിന്റെ ഒരു ഭംഗിയും ഷേപ്പും ഒക്കെ എടുത്ത് കാണിക്കാനായിട്ട് സഹായിക്കും നമ്മൾ ഈ ഐ ഷാഡോ അതേപോലെ തന്നെ ഐലൈനറും കാജൽ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലെ കൺപീലിയൊക്കെ. കൺപീലി ഉണ്ടെന്ന് കാണണ്ടേ, 2 മിനിറ്റിൽ കൂടുതൽ അവരവരെ നോക്കാറുണ്ടോ കണ്ണാടിയിൽ? ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് അമ്മയെന്നും പറഞ്ഞിട്ട് ഞെട്ടിപ്പോവും. മേക്കപ്പ് ചെയ്യുന്ന ആളുകൾ മാത്രമേ, എന്തെങ്കിലും പൗഡറെങ്കിലും ഇട്ട് പൊട്ടെങ്കിലും തൊടുന്ന ആളുകൾ മാത്രമാണ് 1-2 മിനിറ്റെങ്കിലും നോക്കുക. അപ്പോഴും കൺപീലി ഉണ്ട് എന്നുള്ളത് കണ്ടെത്തില്ല. അപ്പൊ ഇതുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്, യൂസ് ചെയ്യുന്നത്. മേഘയ്ക്ക് പിരികം വളരെ കുറവാണ്. ഇപ്പൊ അത് മാത്രമാണ് ഒട്ടുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അല്ലെ, അതും ഷേപ്പ് ആക്കിയിട്ടില്ല. അപ്പൊ ഇത് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അധികമില്ലാത്ത കാരണം നമ്മളിവിടെ എന്ത് അപ്ലൈ ചെയ്യും, ബ്രൗൺ കളറിൽ വല്ലാണ്ട് എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അല്ലാത്ത ആളുകൾ, കുറച്ചുള്ള ആളുകൾക്ക് ബ്ലാക്ക് കളറിൽ ഷെയ്ഡ് ചെയ്താൽ മതി. ഇനി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 2 ഷെയ്ഡിലാണ് കേട്ടോ നമുക്ക് വരുന്നത്, ബ്ലാക്കും ബ്രൗണും. ബ്ലാക്കും ബ്രൗണും ഐ ബ്രോ പെൻസിലാണ് പിരികം എഴുതാനുള്ളത്. ഇനി ബ്ലാക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടുന്നേ തൊട്ട് എഴുതിയിട്ട് 28 കഴിഞ്ഞ കുട്ടികളുടെ പോലെ ഇവിടുന്ന് ഇങ്ങനെ ഒരച്ചരച്ചരച്ച് എഴുതിയിട്ടേ കാണുമ്പോൾ ഇവിടെയും കൂടി ഒരു കുത്തിടാൻ പറ്റും തോന്നുന്ന രീതിയിലാവരുതെന്ന്. അപ്പൊ എന്ത് ചെയ്യുക, ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്, കാരണം മേഘയുടെ വളരെ കുറവാണ്. ഇതിന്റെ ബാക്കിൽ നമുക്ക് ഒരു സ്പൂളി, അതായത് ബ്രഷ് വരുന്നുണ്ട്. ആ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പിരികം ഷേപ്പ് ചെയ്യാത്ത കാരണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയും, കൺസീലർ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, എഴുതി കൊടുക്കുകയാണ്. ആക്ച്വലി ലിറ്ററലി എഴുതി കൊടുക്കുക ചെയ്യുന്നത്. നടുവിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക നന്നായിട്ട്. നടുവിൽ ആ ഷേപ്പിനനുസരിച്ച് ഫില്ല് ചെയ്ത് ഇവിടെ ജസ്റ്റ് ഹെയർമ മാത്രം തുമ്പത്ത്, എന്നിട്ട് ഈ ബ്രഷ് വെച്ച് കഴിഞ്ഞിട്ട് ആ ഭാഗം കാണുന്ന കണ്ടോ, ഈ ഭാഗം ഒട്ടുമില്ല, ആ ഭാഗം കുറേശ്ശെ കാണുന്നുണ്ട്. വല്ലാണ്ട് എഴുതിയിട്ടില്ല, വല്ലാണ്ട് ഈശ്വര എന്ന് തോന്നുന്ന രീതിയിലല്ല എഴുതിയേക്കുന്ന, ബ്രൗൺ ഷെയ്ഡാണ്, ആവശ്യത്തിന് കാണുന്നുണ്ട്. ഇനി മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ എഴുതുമ്പോൾ മുഖത്തുള്ളത് പോകരുത്. അതിന് നമുക്ക് വേറെ എന്താ പറയാ, സ്പോഞ്ചൊക്കെ കിട്ടും കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലല്ലാത്ത കാരണം, കീസോളിലല്ലാത്ത കാരണം എടുക്കാത്തതാണ്. നമ്മൾ കയ്യിൽ വെച്ചിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ അത് കയ്യിൽ ജസ്റ്റ് വെക്കും, കാരണം കയ്യിലുള്ളത് മുഖത്തുള്ളത് ബാക്കിയുള്ള ഭാഗത്തെ പോവാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പുറത്ത് അതേപോലെ തന്നെ ഒന്ന്
കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് പിരികം കാണുന്ന രീതിയിലേക്ക് ആക്കി. ഇനി നന്നായിട്ട് ഹെവി മേക്കപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണോണ്ട് യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ ഉള്ളിലത്തെ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കൊണ്ട് ഫിൽ ചെയ്ത് കാണിച്ചു. അവിടെ നമ്മൾ ഡാർക്ക് ആക്കി കുറച്ചൊന്ന് നടുഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കി എഴുതി. താഴത്തെ ഭാഗം കാണണ്ട എന്നുള്ളൊരു ഭാഗം എന്ത് ചെയ്യാന്നറിയൂ, നമുക്ക് ലൈറ്റ് കൺസീലർ വെച്ചിട്ട് കൃഷ്ണന് രാധ കളിക്കുമ്പോ പണ്ട് രാധയാക്കില്ല അതേപോലെ ഭംഗിക്ക് ചുട്ടി കുത്തിയേക്കണതല്ല കേട്ടോ. ഇതിന് നമ്മൾ ബ്ലെൻഡ് ചെയ്യും. ജസ്റ്റ് നമ്മുടെ ബ്രഷ് വെച്ച് കഴിഞ്ഞിട്ട്, ചെറിയ ബ്രഷ് വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യും. നോക്കൂ, അവിടെ ആ പിരികം കണ്ടുവോ, ഷേപ്പ് വരുന്ന കണ്ടുവോ? ആ ഷേപ്പിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് ഏത് ഷേപ്പ് ആണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത്, ലൈറ്റ് കളറിലുള്ള കൺസീലർ ഷെയ്ഡ് ചെയ്ത് ആ ഭാഗം മാത്രം, ആ ഒരു ഷേപ്പ് മാത്രം നമ്മൾ കൊണ്ടുവരും. കണ്ണിന്റെയും പിരികത്തിന്റെയും നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, മുഖം ഒന്ന് വേണമല്ലോ അല്ലെ? കണ്ടു കഴിഞ്ഞാല് വണ്ണം കുറവാന്ന് തോന്നണ്ടേ മുഖത്ത്? ഇങ്ങനെ കാണുന്ന പോലെ കാണേണ്ട ആവശ്യമില്ലല്ലോ. നാട്ടുകാർ എന്തിനാ നമ്മൾ അതൊക്കെ കാണിക്കുന്നത്? അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് 3-in-1 ഷൈൻ പാലറ്റ്. 3-in-1 ഷൈൻ പാലറ്റില് നമുക്ക് കോൺടോറിംഗ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, ബ്ലഷ് ഉണ്ട്. അപ്പൊ നമ്മൾ കോൺടോറിങ്ങും ബ്ലഷും യൂസ് ചെയ്യാം. ഈ ബ്രഷ് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തു കഴിഞ്ഞിട്ട് ലൈറ്റ് ഷെയ്ഡിലേക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്ത് വീണ്ടും അവിടെ തന്നെ നമ്മൾ ബ്ലഷ് ജസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് തന്നെ, പിങ്ക് ഷെയ്ഡ് തന്നെ ബ്ലഷും അപ്ലൈ ചെയ്ത് മുഖം എന്താവും, ആ ഭാഗത്ത് എന്റെ അത്രയും തന്നെ ഇരുന്നേരന്താണ് അവളുടെ മുഖം. ഇപ്പൊ കാണുമ്പോ തോന്നാത്തത് മേക്കപ്പിന്റെ ഗുണമാണ്. അല്ലെങ്കിൽ അത്രയും തന്നെ ഏകദേശം ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം, അല്ലേ? ഞങ്ങൾ തമ്മിൽ ഇത് കഴിഞ്ഞിട്ട് തീരുമാനത്തിലായിക്കോളാം. മുഖം നന്നായിട്ട് വണ്ണമുള്ള ആളുകൾ പകുതി തൊട്ട് അപ്ലൈ ചെയ്യാം മുകളിലേക്ക്. വണ്ണം കുറഞ്ഞിരിക്കുന്ന ആളുകൾ നന്നായിട്ട് എടുത്തു കാണിക്കാനാണെങ്കിൽ ഇവിടെ നിന്നേ തൊട്ട് അപ്ലൈ ചെയ്യാം. മുഖത്തിന് ആ ഒരു ഷേപ്പ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റർ ഏതാണോ ഹൈലൈറ്റർ വേണ്ട അതനുസരിച്ച് സിൽവർ കളർ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. സിൽവർ കളർ ജസ്റ്റ് ഒന്ന് ഇവിടെ മാത്രം ഹൈലൈറ്റ് ചെയ്യും. മൂക്ക് മേഘയുടെ ഓൾറെഡി നല്ല നീണ്ട മൂക്കാണ്. ഈ കണ്ണാടി നോക്കുന്ന സമയത്ത് പൊക്കോട പോലെയൊക്കെ മൂക്കിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് നീണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കോൺടോറിങ് നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഈ സൈഡിലും ഈ സൈഡിലും ചെയ്തു കൊടുക്കും. എന്നിട്ട് നടുവിൽ ഹൈലൈറ്റർ ഇട്ട് കൊടുത്താൽ മൂക്ക് നീണ്ടിരിക്കും. മേഘയ്ക്ക് ഇനി വല്ലാണ്ട് ഇനി നീണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ
വിച്ച് എന്നൊക്കെ പറയില്ലേ? ഓ ചിരിക്കണം നോക്കൂ. എന്താ ഇതിന് പറയാ? ഡാഗിനിയൊക്കെ വരാം. അതെ, ആ ഒരു ലുക്കിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് നീട്ടുന്നില്ല. അവൾക്ക് ഓൾറെഡി നീട്ടാം. അതേപോലെ തന്നെ താടി ഈ ഷേപ്പിൽ വേണം എന്നുള്ളവർക്ക് കണ്ണ് സൂപ്പർ ഫാൻസ് ആയി. താടി നന്നായിട്ട് ഷേപ്പിൽ വേണം എന്നുള്ളവർക്ക് ഇതേപോലെ തന്നെ ഈ ഷെയ്ഡ് നമ്മൾ കോൺടോറിങ്ങിന്റെ ഈ ഷെയ്ഡ് ഇവിടെ ഇതേപോലെ ചെയ്തു കൊടുക്കും. ആ ഭാഗം ഷേപ്പിൽ വരും. കണ്ടോ? ഈ ഭാഗം വിജൃംഭിച്ചിരിക്കും, ഈ ഭാഗം ഷേപ്പിലേക്ക് വരും. നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താവും, മനസ്സിലാവും എന്താണ് ചെയ്തതെന്നുള്ളത്. അതിന്റെ മുകളിൽ നമുക്ക് വേണ്ട ഭാഗത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പിങ്ക് ഷെയ്ഡ് കുറച്ചും കൂടി നന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് പിങ്ക് ഷെയ്ഡിലേക്ക് കുറച്ചും കൂടി ജസ്റ്റ് ഒന്ന് ബ്ലഷ് കൊടുക്കാം. അല്ലാണ്ട് ഓവർ ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്ലഷ് ചെയ്തു. ഇനി ബ്ലഷ് ചെയ്തതിന് ശേഷം ചെറിയൊരു പൊട്ട് തൊടാം. എന്നിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കാം. പൊട്ട് ഇതന്നെ വേണമെന്നില്ല, നമുക്ക് 3 in 1 ടിന്റ് കമ്പനി ഇറക്കിയത് 3 കാര്യങ്ങൾക്കാണ്. ലിപ്സ്റ്റിക്കും ബ്ലഷും ഐഷാഡോ ആയിട്ട്. നമ്മൾ മലയാളികളാണല്ലോ, ഈ 3 അല്ലാത്ത ബാക്കിയുള്ള കാര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൊട്ട് തൊടാനും സിന്ദൂരം തൊടാനും. സിന്ദൂരം തൊടാൻ നമുക്ക് സിന്ദൂരം ഉണ്ട്. അസൽ ഇത്രയും വലിയൊരു ബോട്ടിൽ സിന്ദൂരം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമുക്ക് പിന്നെ അത് വേണോ? 3 in 1 ടിന്റ് ഒക്കെ വേണോ? കല്യാണം കഴിഞ്ഞതായതുകൊണ്ടും ഇനി ഇത് കണ്ട് ഭർത്താവ് ഞെട്ടണ്ട എന്നുള്ളത് കൊണ്ടും ഒരു കണ്ട ചിരിക്കുമ്പോഴൊക്കെ ആ ഷേപ്പ് വരണുണ്ടോ? ഇൻസെക്യൂരിറ്റി വരണ്ട എന്നുള്ളത് കൊണ്ടും മുടിമയോ അല്ലെങ്കിൽ സ്കിന്നുമയോ ആയാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ടും നമ്മള് സിന്ദൂരം ജസ്റ്റ് തോന്നും. ഇനി ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കില് ലിപ് ബാം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. പിഗ്മെന്റഡ് ആണെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. 3 in 1 ടിന്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് ഡ്രസ്സിന്റെ കളർ അതനുസരിച്ച് നമുക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ലിക്വിഡ് ലിപ്സ്റ്റിക് വേണമെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. അല്ലാതെ നമ്മുടെ സാധാരണ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് വരുന്നുണ്ട്. ലവ് ഫെസ്റ്റിന്റെ ഷോർട്ട് ലിപ്സ്റ്റിക് നമുക്ക് ഷിയ ബട്ടറും വൈറ്റമിൻ ഇയും അതേപോലെ ലെമൺ ഓയിലും ഒക്കെ കൂടിയിട്ട് വരുന്ന, സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്ന, സ്കിൻ നന്നായി എന്താ പറയാ ഈ ഡ്രൈ ആവാതിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള ലിപ്സ്റ്റിക് വരുന്നുണ്ട്. ജസ്റ്റ് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഔട്ട്ലൈനിൽ നമുക്ക് ചെറിയ നമ്മുടെ ബ്രഷ് ഉണ്ട്. ചെറിയ ബ്രഷ് വെച്ചിട്ട് ചുണ്ടിന് ഷേപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണേ. മേഘയ്ക്ക് ചുണ്ടിന് ഷേപ്പ് ഉണ്ട്, ചുണ്ട് ചെറുതാന്നേ ഉള്ളൂ. കാരമൽ ന്യൂഡ് ആണ് കേട്ടോ ഞാൻ ഷെയ്ഡ് കൂടെ എടുത്തേക്കണ. കാരമൽ ന്യൂഡ് നമ്പർ 2. നല്ലൊരു റെഡ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റണം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഇന്ത്യൻ ഷെയ്ഡ് ഒക്കെ കൊണ്ടുവരണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാം? ചോക്കോ കിസ് എന്ന് പറയുന്ന പുതിയൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. ചോക്കോ കിസ് ബ്രൗൺ ഷെയ്ഡില് ലിപ്സ്റ്റിക് വേണം എന്നുള്ളവർക്ക്, ബ്രൗൺ ഷെയ്ഡില് അങ്ങനെ വേണം എന്നുള്ളവർക്ക് നല്ല അസല് ബ്രൗൺ കളറിലാണ് നമുക്ക് ചോക്കോ കിസ് വന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഷെയ്ഡ് ഇതിന്റെ മുകളിലൊന്ന് ചോക്കോ കിസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടവർക്ക്. ഒരു ആ ഡ്രസ്സിന്റെ പോലത്തെ തന്നെ ഷെയ്ഡ് വല്ലാണ്ട് ഡാർക്ക് ആയിട്ട് കറുപ്പ് പോലെ തോന്നുന്നുണ്ടോ? അതില് വല്ലാണ്ട് ഇല്ലാട്ടോ, മെറൂൺ ഷെയ്ഡിലാണ് വന്നേക്കണേ. നല്ല ഭംഗിയുള്ള ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതില് മനസ്സിലാവാത്തതാണ്, ഇതിലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നേക്കുന്നു അല്ലെ? ഒന്ന് കാണിച്ചത് നന്നായിട്ട്. ഈശ്വര, സ്മോക്ക് ചെയ്തിട്ട് ഇരിക്കണ പോലെയാണല്ലോ ഇരിക്കണേ. പ്രത്യേകത
നല്ലൊരു റെഡ് ഷെയ്ഡിലേക്ക് പൊട്ടുകൊട്ടായിരുന്നു. ഈ സമയത്ത് നമുക്ക് കോമ്പാക്ട് പൗഡർ ജസ്റ്റ് ഒന്ന്, കാരണം കയ്യൊക്കെ തൊട്ട് നമുക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഗ്ലോ അപ്പ്. ഇത്രയും നേരം അടുത്തുനിന്നാണ് നമ്മൾ സ്പ്രേ ചെയ്തായിരുന്നത്, കുറച്ച് ദൂരെ നിന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളൊന്ന് വെക്കുകയാണ്. ജസ്റ്റ് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒന്ന് കമ്മലിട്ട് സെറ്റ് ആയാൽ നമുക്ക് എന്തായി, മേക്കപ്പ് റെഡിയായി. ലൈക്ക് എ പ്രിൻസസ്. എനിക്ക് ഇനി മുടിയും വെട്ടിയത് കൊണ്ട് ഈ മുടി ഈ മുഖം വെച്ച് കഴിഞ്ഞിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഒരു സുഖമില്ല എന്നൊക്കെ തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ് റോജ മാം ഞാൻ അവളെ കൊണ്ട് ഇരുത്തിയത്. മുടിയുണ്ട്, മേക്കപ്പ് കണ്ടോ എന്തൊരു സന്തോഷം നോക്കും. അപ്പോ മുടിയോട് കൂടിയിട്ട് മേക്കപ്പും കൂടി ചെയ്യുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്നും ആ ചിരിക്കുന്ന സമയത്ത് ആ ഷെയ്ഡ് വരുന്ന സമയത്ത് എന്താണ് മുഖത്തിന് ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് സഹായിക്കും. പിരികം തീരെ ഉണ്ടായിരുന്നില്ല, ആ പിരികം ജസ്റ്റ് ഒന്ന് നമുക്ക് നന്നായിട്ട് ആക്കാം. ബ്ലാക്ക് കൊണ്ടൊക്കെ നല്ല രീതിയിൽ എഴുതി കൊടുക്കാം. അപ്പൊ പിരികം ത്രെഡ് ചെയ്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്തായാലും മേക്കപ്പ് ചെയ്യാൻ മുമ്പ് ത്രെഡ് ചെയ്യും. അപ്പൊ ഒന്നും കൂടി എന്ത് ചെയ്യാം, ബ്ലാക്ക് കൊണ്ട് തന്നെ നമുക്ക് വരച്ചൊക്കെ ശീലമുണ്ടല്ലോ ചെറുതായിരിക്കുമ്പോ, ആ ക്രിയേറ്റിവിറ്റി ഒക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് വരച്ച് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മേക്കപ്പ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഒരുവിധം നമുക്കുള്ള എല്ലാ പ്രോഡക്ട്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇനി സംശയങ്ങളിലേക്ക് കിടക്കാം. താങ്ക് യു സോ മച്ച്. ഇനി കുറച്ചു നേരം അവൾ തന്നെ ആസ്വദിക്കട്ടെ. ഓക്കെ, ഇനി കണ്ണാടിയുടെ മുമ്പിൽ കുറച്ചു നേരം അവൾ തന്നെ ഇതൊക്കെ കണ്ട് എന്തൊക്കെ ഉണ്ടായി, ഇത് എന്താ ഇപ്പൊ ഉണ്ടായത് എന്നൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. യെസ്, ഇനി എന്തൊക്കെയാ സംശയങ്ങൾ എന്ന് വെച്ചാല് ചോദിച്ചോളൂ. ഷൈനി മാം, നമുക്ക് സംശയങ്ങളിലേക്ക് കിടക്കാം. കാരണം ഓൾറെഡി 8:21 ആയി. 8:30 വരെ 10 മിനിറ്റ് സമയം നമുക്കുള്ളൂ. അപ്പൊ 10 മിനിറ്റ് സമയം കൊണ്ട് എന്താണോ നമുക്ക് ചോദിക്കാനുള്ളത്, സംശയങ്ങളുള്ളത്, ഒരുവിധം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. യെസ്, അഖില മാമും ഉണ്ട് കൂടെ. അഖില മാം, യെസ്. എവരിവൺ. അയ്യോ, എന്താ പറയാ, മേഘക്കുട്ടി ലാൻഡ് ചെയ്തു, ഞാൻ അറിഞ്ഞു. ഇന്നലെ അമ്മയെ കണ്ടിരുന്നു. അപ്പൊ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ ഇവിടെ കാണും എന്ന് ഞാൻ സത്യം പറഞ്ഞ ഓർത്തില്ല കേട്ടോ. എന്തായാലും നേഹയ്ക്ക് കിട്ടുന്നുണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ഡോസ് കുറെയൊക്കെ ഇങ്ങനെ. പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞാ മേഘ, ഞാൻ ശരിക്കും മേഘയെ കണ്ടിട്ടുള്ളത് മേക്കപ്പ് ഇല്ലാതെയാണ് കണ്ടിട്ടുള്ളത്. വീട്ടില് ഞാൻ അന്ന് വരുമ്പോ വീട്ടിലുള്ള അതേ കോസ്റ്റ്യൂമിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാളായിട്ട്, ഒരു സാധാരണ ഒരു വീട്ടമ്മ എങ്ങനെ, ഒരു കുട്ടി എങ്ങനെ ഇരിക്കുക അതുപോലെ. പക്ഷെ ഇന്ന് വേറൊരു മുഖാണ് ഞാൻ കണ്ടത്. എന്ത് മാറിയെന്നറിയോ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ശരിക്കും. അല്ലെ, ശരിക്കും ഇതുപോലെയൊക്കെ ഇങ്ങനെ മാറ്റം ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ പോലും ഇല്ല കേരളത്തില് എന്നല്ല. പലരും പറയും കേരളത്തിൽ ആരും മേക്കപ്പ് ഒന്നും ഉപയോഗിക്കില്ല, അതുകൊണ്ട് കീസോളൊന്നും പോവില്ല എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊക്കെ എന്നേ മാറ്റി തിരുത്തി കുറിച്ച് കഴിഞ്ഞു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനും മൂർത്തി സാറും കൂടെ റോഡിലൂടെ ഞങ്ങൾ ജസ്റ്റ് സാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഇപ്പുറത്തൊക്കെ നോക്കുമ്പോ എന്നോട് പറയാ, എത്ര പേരാ മേക്കപ്പ് ഇല്ലാത്ത ഒരാള് പോലും റോഡിൽ കാണാനേ ഇല്ല. കുട്ടികളൊക്കെ നല്ല ഫുൾ മേക്കപ്പ് കണ്ടാലേ നമുക്ക് അറിയാം മുഖം മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ തരത്തിൽ ഫുൾ മേക്കപ്പ് ആയിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോണതാണെങ്കിലും അതേ കോളേജിൽ പോണതാണെങ്കിലും ഓഫീസിലെ സ്ത്രീകൾ പോണതാണെങ്കിലും ഒക്കെ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു ചിന്ത നമ്മളൊന്ന് മാറ്റി കളയുക. കേരളത്തില് ഇത് കീസോള് ഇങ്ങനത്തെ മേക്കപ്പ് ഒന്നും നടക്കില്ല എന്നുള്ള ചിന്ത ആദ്യം നമ്മളൊന്ന് മാറ്റി കളയുക. പലരിലും അതാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഞാൻ ജസ്റ്റ് നേഹാമയുടെ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരുന്നതാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്ത് സംസാരിച്ചാൽ മതി എനിക്ക് മേഘയോട്. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് എന്റെ RCM ഫാമിലിയോട് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനോ മൂർത്തി സാറോ നിങ്ങൾക്ക് അറിയാം, ഞങ്ങളിവിടെ വീട്ടിലേ ഇരിക്കാറില്ല. എപ്പൊ നോക്കിയാലും വീട് ലോക്കാണ്.
അപ്പൊ നെയ്ബേഴ്സിനൊന്നും അറിയില്ലേ എവിടേക്കാ നമ്മൾ ഈ പോണതെന്നൊക്കെ. പക്ഷെ തൊട്ടടുത്ത വീട്ടില് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്കിങ്ങനെ RCM ആണ് പരിപാടിയൊക്കെയാണ് എന്നുള്ളത് അവരോട് പറഞ്ഞ് അവരെ ഇടയ്ക്ക് ഞാൻ വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ വാൾ ഉണ്ട്. അപ്പോ ഇന്നലെയാണെങ്കിൽ ഞങ്ങൾ തമിഴ്നാട്ടിലെ 6 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ജസ്റ്റ് രാത്രി 1 മണിയായി മിനിഞ്ഞാന്ന് എത്തിയപ്പോൾ. അതിന്റെ പിറ്റേ ദിവസം മാളയില് ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ ആണ്. അപ്പൊ ജസ്റ്റ് എന്താ പറയാ ഉറങ്ങി എണീറ്റിട്ട് 2-3 മണിക്കൂർ സമയമേ ഉള്ളൂ, നമുക്ക് ഇനോഗ്രേഷന് പോകും വേണം, റെഡി ആവണം. അപ്പോഴാണ് എനിക്ക് ഇവര് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അപ്പോയിന്റ്മെന്റ്, ഒന്ന് വന്നോട്ടെ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഡിസ്പ്ലേ വാളിൽ നിന്ന് എടുക്കണം എന്ന്. ഞാൻ പറഞ്ഞു വേഗം എടുക്കുക, 10 മിനിറ്റ് സമയമേ ഉള്ളൂ, എനിക്ക് റെഡി ആവണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്ന് സാധനങ്ങൾ എടുത്തത് മുഴുവനും കീസോളായിരുന്നു. ആലോചിച്ച് നോക്കണം എത്ര. ഞാനിവിടെ ന്യൂട്രി ചാർജ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, കീസോൾ ബ്രാൻഡ് ഉണ്ട്, സെഗ്മെന്റ് എല്ലാം നമ്മുടെ ഡിസ്പ്ലേ വാൾ ഫുൾ ഫില്ലാണ്. എടുത്തത് മുഴുവൻ കീസോള്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മുടെ നൈറ്റ് കെയർ സെറം, ഡേ കെയർ സെറം അത് യൂസ് ചെയ്തിട്ട് മുഖം എന്താ പറയാ നല്ല ഷൈനിങ് ആയിട്ട് മുഖത്തുള്ള ഡോട്ട് എല്ലാം മാറി അത്രയും സ്കിൻ കെയർ കംപ്ലീറ്റ് ആയി ആ കീസോളിലൂടെ. അപ്പൊ പറയാ പണ്ട് മാസം ഫേഷ്യൽ ചെയ്തിരുന്ന ആളായിരുന്നു അത്ര ബ്യൂട്ടി പാർലറിൽ പോയിട്ട്. അതൊക്കെ വേണ്ടാന്ന് വെച്ചു. കാരണം ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ നിങ്ങൾ RCMലൂടെ നിങ്ങൾ കൊടുക്കണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പോലെ ഞങ്ങൾ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൈസ കളയണേന്ന്. എന്നിട്ട് എടുത്തത് നമ്മുടെ ഫൗണ്ടേഷൻ ക്രീം ഇതൊക്കെ ലോഞ്ച് ചെയ്തത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ ഫൗണ്ടേഷൻ എടുക്കണോ, ബാക്കി നമ്മുടെ ഇപ്പൊ നേഹ മേഡം കാണിച്ച കോസ്മെറ്റിക്സിന്റെ ബാക്കി നിങ്ങളെ കാണിച്ച ഓരോന്നും എടുത്തു ആ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് കൊണ്ടുപോവുക ചെയ്തിരിക്കണേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്നോട് ഒരു രഹസ്യം കൂടെ പറഞ്ഞു. അതെ, മഴക്കാലായപ്പം ഈ എന്താ പറയാ നമ്മുടെ ഇന്റിമേറ്റ് ഏരിയയിലൊക്കെ വല്ലാത്തൊരു ഇച്ചിങ് ആണ്. അപ്പൊ അതിന് എന്താണ് RCMൽ സൊല്യൂഷൻ എന്നും കൂടെ ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം ഇന്റിമേറ്റ് അതവിടെ നിൽക്കട്ടെ, ഇന്റിമേറ്റ് വാഷല്ല ഞാൻ കൊടുത്തു. ആദ്യം തന്നെ ഞാൻ ലോഞ്ചറി കൊടുത്തു. ഏത് ബ്രാൻഡാണ് അവർ യൂസ് ചെയ്യണത്, എന്താ യൂസ് ചെയ്യണേ നമുക്കറിയാം. ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലോഞ്ചറി എന്നാണ്. അങ്ങനെ ലോഞ്ചറി കൊടുത്തു. അതിന്റെ കൂടെ ഇന്റിമേറ്റ് വാഷ് ഒക്കെ നമ്മുടെ സാനിറ്ററി പാഡ് ഓൾറെഡി അവർ യൂസ് ചെയ്യണുണ്ട്. അപ്പൊ പൂർണ്ണമായ റിസൾട്ട് കിട്ടണമെങ്കിൽ ലോഞ്ചറി. അപ്പൊ നോക്കൂ, അതൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്കുള്ള ആ റിസൾട്ട്, അവരുടെയൊക്കെ ഒരു സന്തോഷം കീസോളിലൂടെ ആലോചിച്ച് നോക്കൂ. ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് 5000 PV കീസോളിലൂടെ ഉണ്ടാക്കാൻ പറ്റിയത്. 5000 PV 10 മിനിറ്റിലൂടെ കീസോൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിലിരിക്കാത്ത എനിക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കീസോൾ ഔട്ട്ലെറ്റ് വീട്ടിൽ തന്നെ നിങ്ങൾ അധികമൊന്നും ചെലവഴിക്കേണ്ട. കീസോൾ ഔട്ട്ലെറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഹോം ഷോപ്പ് പോലെയൊക്കെ കീസോൾ പ്രൊഡക്റ്റുകൾ കൂടുതൽ വെക്കുകയാണെങ്കിൽ എത്രയോ പേര് അടുത്തുള്ളവർ ഇതുപോലെയൊക്കെ ആഗ്രഹിക്കണവരുണ്ട്. ഈ നേരത്തെ ഇവർ മടിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇന്റിമേറ്റ് ഏരിയയിലെ പ്രശ്നങ്ങളൊക്കെ ശരിക്കും ഒരുപാട് സ്ത്രീകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇത് മഴക്കാലം കൂടിയാണ്. മഴക്കാല ശുചിത്വം അവർ പാലിക്കുന്നുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പക്ഷേ ശരിയായ ഹൈജീൻ നമ്മൾ RCMലൂടെ കീസോളിലൂടെയാണ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ശരിക്കും പറഞ്ഞ ഐ ഓപ്പണർ ആയിട്ടുള്ള ഒരു സംഭവമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കീസോളിൽ എനിക്ക് ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എത്രയോ സ്ത്രീകള് എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നോക്കൂ, ഇത്രയും MRP DP ഡിഫറൻസിൽ ഇത്രയും വെച്ചിരിക്കുന്നത് ശരിക്കും RCMൽ നിന്ന് കീസോൾ അല്ലാതെ വേറൊന്നുമില്ല. അതും ഫുൾ PV. ചില ലോഞ്ചറീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ PV പോലും കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരുമാന മാർഗമായി, കോൺഫിഡൻസ് ആയി, എന്തൊക്കെയായി എന്നാലോചിച്ചു. ഇത് ഫുള്ള് പ്രോഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളിലുള്ള മാറ്റം കണ്ടിട്ടാണ് ഇവരൊക്കെ ഈ പ്രോഡക്റ്റുകളും നമ്മളടുത്ത് ചോദിച്ചു വരുന്നത്. അതും ആലോചിക്കണം. അപ്പൊ ആദ്യം സെൽഫ് യൂസ്, ദെൻ പ്രൊമോഷൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ എവിടെ ഏത് ലെവലിൽ എത്തും എന്നുള്ള ഇമാജിനേഷൻ കൂടി ഉണ്ടാവും. ഇതിലൂടെ ഒരു നല്ല നെറ്റ്വർക്ക് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും. നേഹ മേഡം, ഇനി നമ്മൾ കാണാൻ പോണത് ബ്യൂട്ടീഷ്യൻ നെറ്റ്വർക്ക് തീർച്ചയായിട്ടും RCMലൂടെ വരും. പ്രത്യേകിച്ച് ആ സൗന്ദര്യ പ്രോജക്റ്റ് ഒക്കെ തുടനെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയണു, കേരളത്തിൽ കീസോൾ എന്ന തരംഗം ശരിക്കും പറഞ്ഞാൽ കാറ്റൊന്നും അല്ലാതെ ഒരു വലിയ കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. Okay, anyway, Megha, super. Okay, big salute to you and Neha ma'am. Okay, thank you, JRCM. താങ്ക് യു അഖില മാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മേഘ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഏതൊക്കെ പ്രോഡക്ട്സ് കീസോളിൽ വന്നോ അത് മുഴുവൻ വാങ്ങിയിട്ടാ കൊണ്ടുപോവുക. അത് മുഴുവൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലാത്തത് മാത്രമേ പുറത്തുനിന്ന് മേടിക്കുക. അപ്പൊ ഇപ്രാവശ്യം ഇതൊക്കെ വന്നു എന്ന് പറഞ്ഞപ്പോ ഹാപ്പിയായി. ഇപ്പൊ ഇട്ടും കാണിച്ചു കൊടുത്തുല്ലോ എല്ലാ കാര്യങ്ങളും.
എത്ര പേരെ നമ്മൾ ഏത് കമ്പനിയിലത്തെ എത്ര പേരെ നമ്മൾ അറിയും? സ്വന്തം വീട്ടുകാരുടെ മുഖത്ത്, പുറമേയുള്ള വരുന്ന കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന്റെ മുഖത്ത് നമ്മൾ കാണിക്കുന്നല്ലാണ്ട് നമ്മുടെ വീട്ടുകാരുടെ മുഖത്ത് കാണിക്കാനായിട്ട് ആരും ധൈര്യപ്പെടില്ല. അപ്പൊ ഞാനിവിടെ അനീത്തിയെ വിളിച്ച ഇനി മാത്രല്ല, അയ്യോ നമുക്കൊക്കെ പറ്റും അത്. നേഹ മാഡം, ഇതിൽ വലിയ PhD എടുത്തിട്ടൊന്നുമല്ല ഞാൻ ട്രെയിനർ അയക്കണത്. ഇന്ന് ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുക, മേഘ ഇവിടെ നിൽക്കുക, ഞാനിപ്പോ എങ്ങനെയാണോ മുടി കെട്ടിയേക്കണേ അതേപോലെ വീട്ടിൽ ഏത് കൂറ വേഷത്തിൽ നിൽക്കുന്നു അതേ കൂറ വേഷത്തിൽ പപ്പ വിളിക്കുക വാടി പോവാ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ റെഡിയായി പോകുന്ന ആളാ. മേക്കപ്പിന് യാതൊരു തരത്തില് 1% പോലും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളായിരുന്നു. സ്കിൻ കെയർ പോയിട്ട് ഒരു കാര്യം, ലിപ്സ്റ്റിക് ഒന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ മേഘയാണ് ഇതിന്റെയൊക്കെ ആൾ. അതേ സ്വഭാവം മേഘയുടെ മോൾക്കുണ്ട്. എനിക്ക് തനി ആൺപിള്ളേരുടെ സ്വഭാവമായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് കീസോളിൽ വന്നതിന് ശേഷം ഈ മേക്കപ്പിനെ കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇത്രയും ഇട്ടുകൊടുക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറ്റും. അഖില മാമിനെ തുടക്കത്തിൽ കാണുന്ന പോലെയല്ല. അഖില മാം ഓരോ പ്രാവശ്യം ബിൽവാരയിൽ പോയിട്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ഞാൻ പറയും, അഖില മാമിന്റെ സ്കിൻ ടോൺ മാറി, ആ ഒരു ടെക്സ്ചർ മാറി സ്കിന്നിന്റെ. പ്രായം കൂടുന്തോറും സ്കിൻ കാണുമ്പോൾ പ്രായം കുറവ് തോന്നണതൊന്ന് ആലോചിച്ച് നോക്കും. കാരണം ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരിലും ലീഡേഴ്സിലും വെച്ച് സ്ഥിരമായി മേക്കപ്പ് ചെയ്യുന്ന ഒരാൾ അഖില മാമ. ബാക്കിയുള്ളവർ ഇത് പറയും വെച്ചാലും ഇത് കിട്ടുവരും ഈശ്വര ഇച്ചിരി കൂടിപ്പോയ ചേട്ടാന്ന് സ്വയം തോന്നി ആകെ വിഷമിച്ചിരിക്കുമ്പോ അഖില മാം എന്തായാലും ഇട്ടിട്ടാ പ്രൊമോട്ട് ചെയ്യും. അതനുസരിച്ച് സ്കിന്നിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുടെ സ്കിന്നിന് വ്യത്യാസം വരും. പ്രായം കൂടുന്നതിന് പകരം നമ്മുടെ സ്കിന്ന് പ്രായം കുറവ് തോന്നിക്കും എന്നുള്ളതും കൂടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, ഇനിയും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു അഖില മാം. താങ്ക് യു ഷൈന മാം. മാഡം JRCM, എനിക്കൊരു സംശയമുണ്ട്. നേഹ മാഡത്തിന് എവിടേക്ക് ഇനി കൊണ്ടുപോകാൻ പോകുന്നതെന്ന്? മേക്കപ്പ് ഒക്കെ കഴിച്ച് അവിടേക്ക് വരുമോന്ന് അറിയാൻ വേണ്ടിട്ടാണോ? തൃശ്ശൂരിൽ നിന്ന് ഒരുപാട് ദൂരാ, അല്ലെങ്കിൽ കൊണ്ടുവന്നേരെ ഞാൻ. കൊണ്ടുപോയില്ലെങ്കിൽ കൊല്ലുവൾ ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇരുത്തിയിട്ട്. ഇങ്ങോട്ട് വരൂ നേഹ മാഡം. നമുക്ക് എല്ലാവർക്കും കൂടെ തൃശ്ശൂർ ടൗണിലേക്ക് പോവാം. അതാവാം. യെസ്, നേരിട്ട് കാണാലോ. അപ്പൊ നേഹ മാഡം 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. വിളിച്ചോളൂ, കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് നീണ്ടു വെച്ചു, കുഴപ്പമില്ല. ഷൈനിങ് വിളിച്ചോളൂ. ഓക്കെ. അപ്പൊ ഞാൻ എന്നിട്ട് സുബൈദ് ബീവി അല്ലേ, ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് സംസാരിച്ചോളൂ. സുബൈരിയ ബീബി അല്ല, ജുബൈരിയ ബീബി. എന്നായിക്കോട്ടെ, ആരായാലും കുഴപ്പമില്ല, സംസാരിച്ചോളൂ. മാഡം പറഞ്ഞോളൂ. JRCM ഈ ഞങ്ങൾക്ക് തിരുവനന്തപുരം കൊല്ലം ടീമുകാർക്കും കൂടെ ഈ വർക്ക്ഷോപ്പ് ഒന്ന് തന്നൂടെയോ? എല്ലായിടത്തും തരാൻ റെഡിയാണ് അല്ലെ അഖില മാം? എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ടീമിലും തരാനായിട്ട് റെഡിയാണ്. നിങ്ങൾ മാഡം എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം ഇപ്പൊ ഈയിടെ കഴിഞ്ഞിരുന്നല്ലോ അല്ലെ? വർക്ക്ഷോപ്പായിട്ട് നടത്തിയിട്ടില്ല, പക്ഷെ ഇടയ്ക്ക് മീറ്റിംഗ് ഒക്കെ വരാറുണ്ട്. ക്ലാസ് കഴിഞ്ഞ് അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്ത്. ഓക്കെ, എന്തായാലും ഉണ്ടാവും. ഈ മാസം തന്നെ, അടുത്ത മാസം തന്നെ നമുക്ക് ഉണ്ടാവും. ഐശ്വര്യ മാമിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തായാലും വർക്ക്ഷോപ്പ് ഉണ്ടാവും കേട്ടോ. താങ്ക് യു JRCM. ഓക്കെ, സുജിത മാഡം ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിച്ചോളൂ. ഇപ്പൊ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സംസാരിച്ചോളൂ മാഡം. വീഡിയോ ഇല്ലല്ലോ. വീഡിയോ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോട്ട്ലൈറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാ. ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇയാള് കേൾക്കുന്നില്ല എന്നുള്ള നെറ്റ് പ്രോബ്ലം തോന്നുന്നു. ശാന്തകുമാരി ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, സംസാരിച്ചോളൂ. JRCM നേഹ മാം, JRCM അഖില മാം, ഞാൻ എന്റെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയല്ല മാം. എനിക്കുള്ള ഇവിടുത്തെ ഡിസ്പ്ലേ വാള് ഞാനിപ്പോ ഒരു ഷോപ്പ് എടുത്തിട്ട് എല്ലാം അങ്ങോട്ട് മാറ്റുവാണ്. 28-ാം തീയതിയാണ് ഞങ്ങളുടെ ഓപ്പണിങ്. അതിന്റെ ഷോപ്പിന്റെ നമ്മുടെ കോട്ടയം ബാബുസാറും പിന്നെ മാഡവും കൂടെയാണ് വരുന്നത്. അത് നേഹ മാമിനെ കൂടെ ഒന്ന് അറിയിക്കുകയായിരുന്നു. അഖില മാമും എന്റെ കൂടെ ഒന്ന് പ്രത്യേകിച്ച് ഞാൻ വിളിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അപ്പം ഞാൻ കീസോളിന്റെ എല്ലാ പ്രോഡക്റ്റുമാണ് ഞാൻ വരുന്നത്. കീസോളിന്റെ പ്രോഡക്റ്റ് വെക്കുന്ന അതിന്റെ എല്ലാ സാധനവും